എന്റെ പേര് മിൽഡ. ഡോൺ ഓൾറെഡി എന്നെ കുറിച്ച് വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. സോ സേ ദാറ്റ് എന്റെ വർക്ക് ഈ മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള സംഘർഷത്തെ കുറിച്ചിട്ടും അതുപോലെ അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എന്റെ സ്റ്റഡി ഏരിയ തമിഴ്നാടാണ്. ബട്ട് തമിഴ്നാടും കേരളം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ ആനകളെ കുറിച്ചിട്ടാണ്. നമ്മളുടെ സംസ്കാര രീതിയുമായിട്ട് എങ്ങനെ ആനകൾ ഒത്തുചേർന്ന് പോകുന്നു, അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ആനയും അതുപോലെ മനുഷ്യരും തമ്മിലുള്ള സംഘർഷാവസ്ഥയെ കുറിച്ച്, അതെങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടോ, എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ആനയെ, ഇത്രയും വലിയൊരു ജീവിയെ നമ്മൾ എന്തിന് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടും, അതുപോലെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സുമാണ് ഞാൻ ഈ പ്രസന്റേഷനിലൂടെ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. സോ ഇതിൽ പല കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ ചിലതെങ്കിലും പുതുതായിട്ട് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ ഒരുപാട് ഡിലേ ചെയ്യാതെ എന്റെ പ്രസന്റേഷനിലേക്ക് മൂവ് ചെയ്യാണ്. സോ ഓഗസ്റ്റ് 12 നമ്മൾ 2012 തൊട്ടിട്ട് വേൾഡ് എലിഫന്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ആനകൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ള ഒരു ദിവസമാണ്. സോ നമ്മൾ ഏതൊരു ആനിമലിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു പ്രകൃതിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനോമിനന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം അത് ചെയ്യാനായിട്ട്. സോ ഇപ്പോ നമുക്ക് എൻവയോൺമെന്റൽ ഡേ, പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞിട്ടൊരു ദിവസമാണ്. അത് പരിസ്ഥിതി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടും അതിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ട് അത് ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവാസ വ്യവസ്ഥയെ മൊത്തമായിട്ട് അത് ബാധിക്കും എന്ന് അറിഞ്ഞതുകൊണ്ടുമാണ് നമ്മൾ പരിസ്ഥിതിക്കായിട്ടൊരു ദിവസം കൊടുക്കുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ ആനയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടും ആനയുടെ പോപ്പുലേഷൻ വളരെയധികമായി കുറഞ്ഞു വരുന്നു എന്നുള്ളതും ആനയും മനുഷ്യനും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്നുള്ളതും മനസ്സിലാക്കിയിട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ എലിഫന്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അതിനായിട്ട് മാറ്റിവെക്കുന്നത്. ഈ ജീവികളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇവർക്ക് അസാധ്യമായിട്ടുള്ള ഇന്റലിജൻസും മെമ്മറി പവറും അതുപോലെ തന്നെ ഫാമിലി ബോണ്ടും വളരെ സ്ട്രോങ് ആണ്. നമ്മൾ മനുഷ്യൻ വിചാരിക്കുന്നതിലും അപ്പുറം ഇനിയും കണ്ടുപിടിക്കാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഓൾറെഡി എലിഫന്റ്സിന്. സോ ഇത്രയും മഹത്തായിട്ടുള്ള ഈ ഒരു സ്പീഷീസിനെ കുറിച്ച് മനസ്സിലാക്കി അതിനെ ഹോണർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എല്ലാ എലിഫന്റ് ഡേയിലും നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒരു പ്രത്യേക ഫോട്ടോ ഞാൻ എടുത്തത് എന്റെ ഫീൽഡിൽ നിന്നാണ്. സോ ഇതിൽ കാണുന്ന പോലെ ഒരു പിടിയാന, അതും ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആനയാണ് ഈ കൂട്ടത്തിന് എപ്പോഴും നയിക്കുന്നത്. സോ ആ ഒരു ഹാബിറ്റാറ്റും ഈ ആനയുടെ ആ ഒരു ഫാമിലി ബോണ്ടും കാര്യങ്ങളും കാണിക്കുന്ന ഒരു ഇമേജ് ആണ് ഇത്. സോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ എന്റെ അടുത്ത സ്ലൈഡ്സിൽ പറയുന്നതാണ്. എന്തിനാണ് ആനകൾ, ആനയുടെ റോൾ എന്താണ്, ഈ ഒരു ആവാസ വ്യവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അതിനുള്ള റോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആനയെ ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് വിളിക്കും. ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന ആന ഉള്ള കാടുകൾ ഒരു നല്ല വനമാണെന്നാണ് പറയുക. അതിന് മെയിൻ ആയിട്ട് 3 ബ്രോഡ് ആയിട്ടുള്ള റീസൺസ് ആണ് ഉള്ളത്. ഒന്ന്, അതൊരു നല്ല സീഡ് ഡിസ്പേഴ്സർ ആണെന്നുള്ളതാണ്. സീഡ് ഡിസ്പേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ഒരു വിത്ത് വിതയ്ക്കുന്ന ഒരു ജീവി ബേസിക്കലി. സോ വിത്ത് വിതയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന പോലെയല്ല ഇത് ഫുഡ് കഴിക്കുന്നത്. അത്ര ചവച്ചരച്ച് അങ്ങനെയൊന്നുമല്ല കഴിക്കുക. കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് സ്റ്റൂ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അത് വരുമ്പം അതിൽ ആനപ്പിണ്ടമായിട്ട് വരുമ്പം അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയാ, ഒരു ഇൻസ്റ്റന്റ് പാക്കേജ് പോലെ അതിൽ വിത്തുണ്ട്. വിത്തിന് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജനും മറ്റുള്ള കെമിക്കൽസും വളവും ഒക്കെ അടക്കമുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് താഴത്തേക്ക് ഇടുന്നത്. അങ്ങനെ ഇടുമ്പോൾ അത് വിത്തുകൾ മുളയ്ക്കാൻ മാത്രമല്ല, ആ ആനപ്പിണ്ടത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ജീവികൾക്ക് കൂടെ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മിനിയേച്ചർ ഇക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതില് ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ടാകും, കൂണുകൾ വളരുന്നുണ്ട്, അതിൽ മാത്രം വളരുന്ന ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ട്. സോ ഈ രീതിയിൽ ആന പോകുന്ന വഴി ആക്ച്വലി കാട് ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത്. ആൻഡ് കാടിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് മഴ വേണം എന്നുണ്ടെങ്കിൽ കാട് വേണം എന്ന് തൊട്ടിട്ട് നമ്മുടെ ഏർത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, അതിന്റെ എല്ലാ സിസ്റ്റം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കാടിന്റെ ഇമ്പോർട്ടൻസ് ചെറുതല്ല. അപ്പൊ കാട് വേണം എന്നുണ്ടെങ്കിൽ ആനയും ഡെഫിനറ്റ് ആയിട്ട് അതും നമ്മുടെ ഹാബിറ്റാറ്റിൽ വേണ്ടതാണ്. രണ്ടാമതായി പറയുന്നത് വാട്ടർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നു. വാട്ടർ എഞ്ചിനീയേഴ്സ് എന്ന് പറയാൻ കാരണം ഈ ഒരു കാർട്ടൂണിൽ ഒരു ചെറിയൊരു റെപ്രസെന്റേഷൻ കാണുന്നുണ്ട്. അതായത് മഴക്കാലത്ത് ആനകള് ചവിട്ടി പോകുമ്പോൾ ആ കാൽപ്പാട് പതിയുന്ന ഇടത്ത് ഒരു ചെറിയൊരു കുഴി ഉണ്ടാവുന്നുണ്ട്.
ആ കുഴിയിൽ മഴവെള്ളം വന്ന് നിറയുമ്പോൾ വാൽമാക്രികൾക്ക് അത് ഒരു നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ അതില് ഒരുപാട് ഇൻസെക്ട്സും വന്ന് ജീവിക്കുന്നുണ്ട്. സോ ഇത് അറിയാതെ, ആന അറിയാതെയാണ് ഇങ്ങനെ ഒരു ഇക്കോസിസ്റ്റം അത് മറ്റുള്ള ജീവികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതുപോലെ വാട്ടർ എഞ്ചിനീയർ എന്ന് പറയുന്ന വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈ ആയിട്ടുള്ള സീസൺ, സമ്മർ സീസണിലൊക്കെ റിവർ ബെഡ്സ്, അതായത് പുഴ മെലിഞ്ഞ് അല്ലെങ്കിൽ അത് ഉണങ്ങി വരണ്ടു പോകുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം അതിൽ കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാവുന്നുള്ളത്. പക്ഷെ പല മൃഗങ്ങൾക്കും അത് സ്വയം കഴിയാറില്ല. അപ്പൊ ആന എന്താ ചെയ്യുക, അത് അതിന്റെ തുമ്പിക്കൈയും അതുപോലെ അതിന്റെ കൊമ്പും വെച്ചിട്ട് നല്ലോണം ആഴത്തില് അത് ഒരു കുഴി പോലെ കുത്തി അതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് അത് അതിന്റെ വഴിക്ക് പോകും. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ വരുന്ന മാനുകൾക്കും അതുപോലെ മറ്റുള്ള വന്യജീവികൾക്ക് എല്ലാവർക്കും അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ആന പോകുന്നത് എന്നുള്ളതാണ് ഒരു ബെസ്റ്റ് പാർട്ട്. ഇനി അത് മാത്രമല്ല, അതിന് ഇപ്പം ആന ഈ വെള്ളം കുറവുള്ള സമയത്താണെങ്കിൽ കൂടിയും അത് ചെളിയിൽ ഉരുണ്ട് പിളന്ന് കഴിയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ സമയത്ത് കൂടെ ഇതിന്റെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതിന്റെ മേല് നനയ്ക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കും. ആ നനയ്ക്കുന്ന സമയത്ത് അവിടെ പരിസര പ്രദേശത്ത് ഏതെങ്കിലും ചെടികൾക്ക് വെള്ളമില്ലാതെ ഉണ്ടെങ്കിൽ ആ വെള്ളം കൂടെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫോറസ്റ്റിനെ നിലനിർത്തുകയാണ് അവിടെ ചെയ്യുന്നത് ഈ വാട്ടർ എഞ്ചിനീയർ എന്നുള്ള രൂപത്തിൽ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹാബിറ്റാറ്റ് മോഡിഫയേഴ്സ്. അതായത് ആന നടക്കുമ്പോൾ മെതിച്ചിട്ടാ പോവുക. മെതിച്ചിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉള്ള വലിയ വലിയ ചെടികളും കാര്യങ്ങളൊക്കെ ഇത് അങ്ങ് മെതിച്ചു പോകുന്ന സമയത്ത് അതിൽ കൂടെ പോകാൻ കഴിയാതെ വലയുന്ന കുറെ മൃഗങ്ങളുണ്ടാവും. അവർക്കൊരു പാതി ഒരുക്കി കൊടുക്കുകയാണ്. അതും ഈ ആനകൾക്ക് നല്ല മെമ്മറി പവർ ആണ്. അവര് വരുന്ന എന്താ പറയാ വാട്ടർ ഹാബിറ്റാറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ തന്നെയാണ് അവർ എപ്പോഴും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വേണ്ടി മറ്റുള്ള ജീവികൾക്ക് വഴി കണ്ടുപിടിച്ച് പോകേണ്ട ആവശ്യമില്ല. ആന പോകുന്ന വഴി അങ്ങ് തുടർന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് വെള്ളവും കിട്ടും. അത് ഒരു കാര്യം. രണ്ടാമത്തെ, നമ്മളുടെ കാടുകളില് കെനോപ്പി എന്ന് പറയും, മുകളിലുള്ള ആ ട്രീന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രക്ചർ. ആ കെനോപ്പി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സൂര്യവെളിച്ചം താഴെ ഭൂമിയിൽ എത്തുള്ളൂ. അങ്ങനെ എത്തിയാൽ മാത്രമേ അവിടെ പുല്ലുകൾ മുളയ്ക്കുള്ളൂ. അങ്ങനെ മുളച്ചാൽ മാത്രമേ അതിന് ഫീഡ് ചെയ്യുന്ന മുയലുകളും അതുപോലെ ഇപ്പൊ കാട്ടുപോത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മാനുകൾ, അങ്ങനെ ജീവികളെല്ലാം ആ പുല്ലിനെ ബേസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഹാബിറ്റാറ്റും കെനോപ്പി കവർ ഒന്ന് മാറ്റിക്കൊടുത്ത് സൂര്യവെളിച്ചം ഉള്ളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടി ആന അതുവഴി ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു കാര്യമുള്ളത്, ആന ഡ്രൈ സീസണിൽ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ഗ്രാസ് കിട്ടാത്തപ്പോ അവര് ഈ ബാർക്ക് പൊളിച്ചെടുത്ത് ഈ കേംബ്രിയം എന്ന് പറയും, നമ്മള് പണ്ട് ബോട്ടണിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഈ വാട്ടർ സിസ്റ്റം പ്ലാന്റിൽ പോകുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ്. സോ അവിടെ അതിൽ കുറച്ച് നനുനനപ്പുണ്ടാവും. ആ നനുനനപ്പോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ ഡ്രൈ സീസണിൽ പ്രത്യേകമായിട്ട് ബാർക്കുകൾ കഴിക്കുന്നത്. അതിനുവേണ്ടി കൊമ്പുകളും ഒടിച്ചിടും. ഈ കൊമ്പ് ഒടിച്ചിടുന്ന സമയത്ത് വീണ്ടും അവർ ഫുള്ളും കഴിച്ചിട്ടായിരിക്കില്ല ഒടിച്ചിടുന്നത്. ആ ഒടിച്ചിടുന്നതിൽ നിന്നായിരിക്കും പിന്നെ കുരങ്ങുകളും അതുപോലെ മാനും കാര്യങ്ങളും എല്ലാം വന്ന് ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഇലകളും കാര്യങ്ങളും കഴിക്കുന്നത്. അപ്പൊ കൊമ്പ് ഇടുന്നതിലും അവിടെ ഒരു ലൈഫ് ഫോം ചെയ്യുന്നു. അതുപോലെ ഇനി ഈ കാംബ്രിയം ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് ആ മരം ചത്തുപോകും, അല്ലെങ്കിൽ അത് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ജീവിക്കും. എങ്ങനെയാണെങ്കിൽ തന്നെ ആ ഉണ്ടാക്കുന്ന ആ ഒരു കാംബ്രിയത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഡാമേജ് ഒരു പൊത്ത് പോലെ ഫോം ചെയ്തെടുക്കും. അപ്പൊ ചില പക്ഷികൾക്ക് അതൊരു ശരിക്കും ഒരു മരപ്പൊത്താണ്. ഇപ്പൊ വുഡ് പെക്കർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൊത്തി 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 ഒരു മരപ്പൊത്ത് ഉണ്ടാക്കിയെടുക്കും. പക്ഷെ തത്തകളെ പോലുള്ള പല കിളികൾക്കും അങ്ങനെ കൊത്തി എടുത്ത് ഒരു എന്താ പറയാ ഒരു പൊത്തുണ്ടാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ആന ഉണ്ടാക്കി കൊടുത്ത ഈ പൊത്തില് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഈ പക്ഷികൾക്ക് സാധിക്കും. ഇനി അത് ആ മരം ചത്തുപോയി എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കുവാണെങ്കിൽ അവിടെ എന്താ പറയാ അഴുകി തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ ഇൻസെക്ട്സ് വരും. ഇൻസെക്ട്സിനെ തിന്നാനും പക്ഷികൾ വരും. പക്ഷികളെ തിന്നാനായിട്ട് പാമ്പ് വരും. പാമ്പ് അത് അങ്ങനെ ആ ഒരു ഫുഡ് ചെയിൻ അങ്ങനെ പോകും. പിന്നെ പാമ്പിനെ തിന്നാൻ ഈഗിൾ പോലെ വേറെ പക്ഷികൾ വരും, അത് വേറെ കാര്യം. അത് മാത്രമല്ല, ഈ ഇൻസെക്ട്സിനെ തിന്നാനുള്ള ഫ്രോഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോ ഇത് ചെതലരിച്ചു പോയി എന്നിരിക്കാം. ചെതലരിച്ചു പോയി കഴിഞ്ഞാൽ അത് കരടിക്ക് ഒരു നല്ലൊരു ആഹാരമാണ്. സോ ഇങ്ങനെ ഇത് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ജീവികൾക്ക് ഒരു നല്ലൊരു ഹാബിറ്ററ്റ്, അവർക്കൊരു വീട് ഒരുക്കി കൊടുക്കുന്നുണ്ട്. കഴിക്കാനും അതുപോലെ തന്നെ കുടിക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
ഇനി ആനകള് മെയിൻ ആയിട്ട് രണ്ട് ക്ലാസസ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് എന്ന് പറയാം, ലാർജർ സ്കെയിലില് ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും. ആഫ്രിക്കൻ ആനകള് ഏഷ്യൻ ആനകളെക്കാളും വലിയ സൈസാണ്, വെയിറ്റും കൂടുതലാണ്. ഏകദേശം 4000 തൊട്ട് 7000 കിലോ വരെയാണ് ഒരു ആഫ്രിക്കൻ ആനയുടെ, അഡൽട്ട് ആഫ്രിക്കൻ ആനയുടെ വെയിറ്റ് വരാം. അത് നമ്മുടെ ഏഷ്യൻ എലിഫന്റ് ആണെങ്കിൽ 3000 നിന്ന് 6000 കിലോ വരെ വരും. ഇനി ഈ ആഫ്രിക്കൻ ആനകളുടെ മെയിലിനും ഫീമെയിലിനും, അതായത് പിടിയാനയ്ക്കാണെങ്കിലും കൊമ്പനാനയ്ക്കാണെങ്കിലും കൊമ്പുണ്ടാവും. പക്ഷെ നമ്മുടെ കേസിൽ, നമ്മുടെ ഏഷ്യൻ എലിഫന്റിന്റെ കേസിൽ പിടിയാനകൾക്ക് ചില സമയത്ത് ചെറിയൊരു കൊമ്പുണ്ടാവും, അല്ലെങ്കിൽ കൊമ്പേ ഉണ്ടാവില്ല പെൺ ആനകൾക്ക്. ഇനി അതുപോലെ തന്നെ കളർ എടുക്കുവാണെങ്കിൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കളർ ആയിരിക്കും ആഫ്രിക്കൻ എലിഫന്റ് ഉണ്ടാവുക. ഏഷ്യൻ എലിഫന്റ് അതിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടി ലൈറ്റർ കളർ ആയിരിക്കും. മാത്രമല്ല ഈ മുഖത്ത് ഇങ്ങനെ ഈ കറുത്ത കുത്തു വരുന്ന പോലെ തന്നെ ഇതിന്റെ തുമ്പിക്കൈയിൽ അങ്ങനെ കുത്തുകൾ, ആ സ്ട്രക്ചർ നമ്മൾ പൂരത്തിനൊക്കെ പോണ ആലയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് അതിനുള്ളത്. അതുപോലെ ഇതിന്റെ മുതുക് ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പ് പോലെയാണ് ആഫ്രിക്കൻ എലിഫന്റ് ഉണ്ടാവുക. ഏഷ്യൻ ആനകൾക്ക് അത് കമ്പാരിറ്റീവ്ലി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുക. പിന്നെ അവരുടെ ചെവി, ഈ ആഫ്രിക്കൻ ആനകളുടെ ചെവി ഒരു മുറം പോലെയാണ്. അത് പറയാ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഷേപ്പ് പോലെയാണ് അതിന്റെ ചെവി എന്നാ പറയാ. നമ്മുടെ ഏഷ്യൻ എലിഫന്റിന്റെ ചെവി അത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടി ചെറിയൊരു എന്താ പറയാ സൈസിലാണ് ഏഷ്യൻ എലിഫന്റിന്റെ ചെവി ഉള്ളത്. ഇത് കുറച്ച് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അതുപോലെ ഹൈറ്റ് പറയുകയാണെങ്കിൽ ഒരു 4 മീറ്റർ വരെയാണ് ആഫ്രിക്കൻ ആനകളുടെ ഹൈറ്റ് വരിക. നമ്മുടെ ഏഷ്യൻ എലിഫന്റ് ആണെങ്കിൽ ഒരു 3.5 മീറ്റർ വരെയൊക്കെയാണ് വരിക. ഇനി ഏഷ്യൻ എലിഫന്റ് അതിലുമുണ്ട് 3 സബ് സ്പീഷീസ്. മൂന്നിന്റെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും അവരുടെ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമുണ്ട്. അവരെ കാണുന്ന കളറേഷനിലും കാര്യങ്ങളും, അവരുടെ ഹാബിറ്റാറ്റ്, അവർ എവിടെയാണോ താമസിക്കുന്നത് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കളറുകളാണ് അവർക്കുള്ളത്. ഇപ്പൊ ഇന്ത്യൻ എലിഫന്റ് കൂടുതലും കാണുന്നത് ഇന്ത്യ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. മെയിൻലാൻഡ് ഏഷ്യയിലാണ് കാണുക. സുമാത്രൻ എലിഫന്റ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ സുമാത്രൻ ദ്വീപുകളിൽ മാത്രം കാണുന്ന ഇതാണ്. അത് ഈ 3 ആനകളിലും ഏറ്റവും ചെറിയ ആന അതാണ്. അതിപ്പോ ഒരുപാട് നമ്മുടെ സാധാ ഇന്ത്യൻ എലിഫന്റിനേക്കാളും ഒരുപാട് വംശനാശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസ് കൂടിയാണ്. ഇനി ശ്രീലങ്കൻ ആനകളാണ് ഈ 3 എണ്ണത്തിലെ ഏറ്റവും വലിയ ആനകളും ഇത്തിരി ഡാർക്ക് കളർ ആയിട്ടുള്ള ആനകളും. ഇപ്പൊ ഇമേജിൽ കാണുന്ന പോലെ ഈ ആദ്യത്തെ ആന ആണ് ഇന്ത്യൻ ആന, പിന്നെ ശ്രീലങ്കൻ, പിന്നെ വരുന്നതാണ് സുമാത്രൻ എലിഫന്റ്. അപ്പൊ മൊത്തത്തിൽ ഒരു 20,000 തൊട്ട് 40,000 ഏഷ്യൻ എലിഫന്റ് വരെയാണ് വൈൽഡില്, അമ്പലങ്ങളിലല്ല വൈൽഡില് ഉള്ളത്. ഇനി കുറച്ച് ഫീച്ചേഴ്സ്, ആനയുടെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഞാനിപ്പോ പറയുന്നത്. നമുക്ക് തുമ്പിക്കൈയിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ബേസിക്കലി ഫീച്ചർ എന്തിനാ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജീവിയെ നമ്മൾ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ, സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നന്നായിട്ട് അറിയണം എന്നാ പറയാം. ഈ ആനകളിൽ ഇനിയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടുപിടിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ കണ്ടുപിടിച്ചതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാൽ കൂടെ ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാണ് അറിയുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം തുമ്പിക്കൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തുമ്പിക്കൈയില് 40,000-ത്തിലധികം മസിൽസ് ഉണ്ടെന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മരം പോലുള്ള സാധനങ്ങള് പിഴുതു മാറ്റാനും, അതുപോലെ തന്നെ എന്താ പറയാ വലിയ ഹെവി ആയിട്ടുള്ള സാധനങ്ങളെ ലിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈ തുമ്പിക്കൈക്ക് സ്ട്രെങ്ത് വരാനുള്ള കാരണം ഇത്രയും മസിൽസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആശ്വസിക്കാൻ വേണ്ടിയിട്ടും, ഭക്ഷിക്കാൻ വേണ്ടിയിട്ടും, മണക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്നേഹം കൂടുന്നതും, തുമ്പിക്കൈ എന്ന് പറഞ്ഞാൽ മൂക്കും കൈയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സ്നേഹം കൂടുന്നത് എങ്ങനെയാ? അതിങ്ങനെ തലോടുന്നത് ആ തുമ്പിക്കൈ വെച്ചിട്ടാണ്. കുഞ്ഞുങ്ങളെ തലോടുന്നതും അതുപോലെ പാർട്ട്ണറിനെ തലോടുന്നതും ഒക്കെ ആ ഒരു തുമ്പിക്കൈ വെച്ചിട്ടാണ്. അതുപോലെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യാനായിട്ട് ഈ തുമ്പിക്കൈ ഹെൽപ്പ് ചെയ്യും. ആഫ്രിക്കൻ ആനകൾക്ക് ഈ തുമ്പിക്കൈന്റെ അറ്റത്ത് 2 നോസ്ട്രൽസ് ഉണ്ട്, 2 മൂക്കിന് 2 തുള പോലെ 2 തുളകളുണ്ട്. പക്ഷെ അവിടെ ഒരു എന്താ പറയാ ഒരു വിരല് പോലെ 2 സ്ട്രക്ചേഴ്സ് ആണ് ആഫ്രിക്കൻ ആനകൾക്കുള്ളത്. ഏഷ്യൻ എലിഫന്റിന് ഒരു സ്ട്രക്ചറേ ഉള്ളൂ. അതിന്റെ പ്രിസിഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ബഞ്ച് ഓഫ് ഗ്രാസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ലീഫിനെ മാത്രം ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാനുള്ള വരെ പ്രിസിഷനും, അതുപോലെ തന്നെ മൊത്തത്തിനെ പിഴുതെടുക്കാനുള്ള പ്രിസിഷനും ഉണ്ടെന്നുള്ളത്. സോ അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു സ്പീഷീസ് ആണ് ആന. അതിന്റെ ട്രങ്കിന് അതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത് അർജുന എന്ന് പറയുന്ന ഒരു എലിഫന്റ് ആണ്. ഈ കുറച്ചു നാൾ മുമ്പാണ് അത് ചെരിഞ്ഞത്. ഏറ്റവും പ്രായം ചെന്ന ഒരു ആന എന്നുള്ള രീതിയിലാണ്. 70 വയസ്സായിരുന്നു അർജുനയ്ക്ക് ഉണ്ടത്. കർണാടക ബന്ദിപ്പൂർ ഏരിയയിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. കുംകി ആയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന എലിഫന്റ് ആയിരുന്നു. ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള കൊമ്പിന്റെ സ്ട്രക്ചർ കാരണം തന്നെ ആൾക്കാർ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന പോലത്തെ കൊമ്പാണ്, അതും വളരെ ലോങ് ആയിട്ടുള്ള കൊമ്പാണ് അതിനുള്ളത്. അപ്പോ ഈ കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയുന്ന പോലെ പല്ലിന്റെ എക്സ്റ്റൻഷൻ ആണ് കൊമ്പ്.
നമ്മൾ ഈ പണ്ടത്തെ യക്ഷിന്റെ സിനിമയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ രണ്ട് പല്ലിങ്ങനെ ചുണ്ടിന്റെ പുറത്തേക്ക് വന്ന് നിൽക്കണ കാണില്ല, അത് ഇത്തിരി കൂടി നീട്ടം വെച്ച് എങ്ങനെയുണ്ടാവും, അതാണ് കൊമ്പ്. അപ്പോ ഇത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ മെയിൽസിനാണ് കൂടുതൽ ഉണ്ടാവുക, ഫീമെയിൽസിന് വളരെ ചെറുതായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല. ആൻഡ് ഈ കൊമ്പുകള് ഇല്ലീഗലായിട്ട് പോച്ചിങ് ചെയ്തിട്ട് ഐവറിക്ക് വേണ്ടിയിട്ട് പോച്ചിങ് ചെയ്യാറുണ്ട്. അതും ഒരു ടൈപ്പ് ഓഫ് ത്രെറ്റ് ആണ് ഈ സ്പീഷീസിന് വേണ്ടിയിട്ട്. ഒരുപാട് കോടികൾ വിലയുള്ള ഒരു സാധനമാണ് ആനയുടെ കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് എന്തിനു വേണ്ടി, നേരത്തെ പറഞ്ഞ പോലെ കുഴി കുഴിക്കാനും ഡിഗ് ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനും, അതുപോലെ വേറൊരു അനിമൽ വന്ന് ഡിഫെൻഡ് ചെയ്യാനും, ഈവൻ ആനകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിൽ ഡിഫൻസിന് വേണ്ടിയിട്ടും ഈ കൊമ്പുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി മോഴയാനകൾ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ്, മലയാളത്തിൽ മോഴയാന എന്ന് പറയാം, ഇംഗ്ലീഷിൽ മഖ്ന എന്ന് പറയും. അത് മെയിൽ എലിഫന്റ് തന്നെയാണ്, പക്ഷെ അതിന് കൊമ്പില്ല, കൊമ്പില്ലാത്ത മെയിൻ എലിഫന്റ് ആണ്. പക്ഷെ ഈ മെയിൽ എലിഫന്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള അനിമൽസിന്, മറ്റുള്ള മെയിൽ എലിഫന്റ്സിന് മതമിളകുന്ന സമയത്ത് ആ ദേഷ്യം വരുന്നെന്നുണ്ടെങ്കിൽ ഇവരങ്ങനെയല്ല, ഇവർക്ക് അല്ലാതെ തന്നെ ദേഷ്യം വരും. മാത്രമല്ല കൊമ്പില്ലാത്തത് കൊണ്ട് തന്നെ, കൊമ്പ് എന്ന് പറഞ്ഞാൽ അത് ആനകൾക്കിടയിലും ഒരു പ്രൗഢിയുള്ള ഒരു സാധനമാണ്. ഇപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സെക്സിന് ലൈക്ക് ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് കൊമ്പ്. നല്ല കൊമ്പ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഫീമെയിൽ പെട്ടെന്ന് വരും എന്നുള്ളതാണ് ബേസിക്കലി. അതുകൊണ്ട് മെയ്റ്റിങ്ങിനുള്ള ചാൻസും വളരെ കുറവാണ് ഈ മക്കനക്ക് അല്ലെങ്കിൽ മോഴയാനകൾക്ക്. പക്ഷെ വളരെ ഡേഞ്ചറസ് ആണ്, അതിന്റെ അടുത്ത് പോകുന്നത് വളരെ റിസ്കിയാണ്. ഇനി കാതുകള് ആനകളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവരുടെ ബോഡി കൂൾ ചെയ്യാൻ കൂടിയിട്ടുള്ളൊരു ഒരു പാർട്ട് ഓഫ് ഓർഗൻ ആണ്. അതായത് ഈ ആനകൾക്ക് എപ്പോഴും ഒരു തണുത്ത ഒരു ശരീരമാണ് ആവശ്യം. അതിനു വേണ്ടിയിട്ട് അവരുടെ ബോഡി തന്നെ ഒരു മെക്കാനിസം ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഈ ചെവിയിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്, അത് ഇതിനെ കൂളിംഗ് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല മണ്ണ് വാരി എറിയുക, വെള്ളം വാരി എറിയുക, ഇതൊക്കെ കൂളിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഓരോ പരിപാടികൾ. അപ്പൊ അതിന്റെ ബോഡി കൂളായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അമ്പലത്തിലെ ആനകളില് ഞാൻ ഫെർദർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുകയാണ് ഇവിടെ ഒരു പോയിന്റിൽ, ലൈക്ക് ഇങ്ങനെ നമ്മൾ വെയിലത്ത് നിർത്തുമ്പോൾ നമ്മൾ പറയും അതിനിപ്പോ എന്താ കുഴപ്പം എന്ന് പറയുമ്പോൾ ഇവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്രേറ്റിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയ്യുന്നത്, കൂൾ ചെയ്യുക എന്നുള്ള ഒരു ട്രേറ്റിന്. ഓക്കെ, സോറി, എന്താ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ആണ്. ഓക്കെ, അടുത്തതാണ് മാട്രിയാർക്കിയൽ സൊസൈറ്റി. മാട്രിയാർക്കിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആനകൾക്ക് എപ്പോഴും ഒരു സ്ത്രീ നയിക്കുന്ന ഒരു ടീമാണ് ആനയുടെ. അതായത് നേരത്തെ ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ച പോലെ തന്നെ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ആണ് ഇതിനെ ലീഡ് ചെയ്യുക. ആൻഡ് ആ ലീഡ് ചെയ്യുന്ന ആനയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം അവര് പോകുന്ന റൂട്ടിൽ കൂടെയാണ് ബാക്കിയുള്ളവർ പോകുന്നത്. ആൻഡ് ഇവർക്ക് കൃത്യമായിട്ട് എവിടെയൊക്കെ വെള്ളം ഉണ്ടെന്ന് അറിയാം, എവിടെ പോകണം എവിടെ പോവാതിരിക്കണം എന്നുള്ളതൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് മാത്രമല്ല ഇവർക്ക് വളരെയധികമായിട്ടുള്ള ഫാമിലി ബോണ്ടിങ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പൊ കുഞ്ഞുള്ള സമയത്ത് ആനയുടെ അടുത്ത് പോകരുതെന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അതിന് കാരണം അതിന് അത്രയും അധികമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് സ്വന്തം കുഞ്ഞിന് മാത്രമല്ല മുലയൂട്ടുക, അത് വേറെ കുഞ്ഞു ആനകൾക്കും അത് മുലയൂട്ടാറുണ്ട്. അതുപോലെ ചെറിയ ആനകള് ഒരു 8 വയസ്സൊക്കെ ആകുമ്പോൾ, കൊമ്പൻ ആനകൾ 8 വയസ്സാകുമ്പോഴേക്കും അവർ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ അവര് കൊമ്പന്മാരായിട്ട്, ഒറ്റക്കൊമ്പന്മാരായിട്ട് ഗ്രൂപ്പിൽ നിന്ന് മാറി തനിയെ ജീവിക്കാൻ തുടങ്ങും. ഇനി ഇത് ആവറേജ് ആയിട്ട് ഒരു ദിവസം 20 തൊട്ടിട്ട് 80 കിലോമീറ്റർ വരെയാണ് ദൂരമാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ ഈ ആനകളിലുള്ള വേറൊരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ് ഇൻഫ്രാസോണിക് കമ്മ്യൂണിക്കേഷൻ. ഇത് മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്നതിലും വളരെ താഴെയാണ് ഇതിന്റെ ഫ്രീക്വൻസി. സോ ഇത് ബേസിക്കലി എർത്തിന്റെ അടിയിൽ ചെറിയ ചെറിയ ഈ ഭൂമികുലുക്കം പോലത്തെ ഇങ്ങനെ ഒരു വേവ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് ഉണ്ടാക്കുന്നത് ഇതിന്റെ കാല് വളരെ സെൻസിറ്റീവ് ആണ്. ചെറിയ ഒരു രീതിയിൽ ഒരു ടാപ്പിംഗ് നടത്തുമ്പോൾ ആണ് ഈ പറഞ്ഞ ഇൻഫ്രാസോണിക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ 32 കിലോമീറ്റർ വരെ ദൂരെയുള്ള മറ്റൊരു ആനയിലേക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ പോകുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കാടിന്റെ നടുവിലിരിക്കുമ്പോൾ വേറെ ഒരു തരത്തിലുള്ള ഒച്ചയും കേൾക്കാതിരിക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് ഇതിന്റെ ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാം. ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്, കാരണം എന്റെ ഹോസ്റ്റല് അങ്ങനെ ഒരു കാടിന്റെ നടുക്കിലാണ് ഉള്ളത്. സോ നമുക്ക് ശരിക്കും ഭൂമി വിറയ്ക്കുന്നത് കാണാം. അത് ഒന്നല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിന്ന് എന്താ പറയാ തെറ്റിപ്പോയ ഒരു ആനേനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തിനു വേണമെങ്കിലും ആവാം. ആൻഡ് ഈ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒരു സിറ്റിയിലൊക്കെ ആനേനെ ഇങ്ങനെ ഹോൺ അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് അവർക്കത് ഭയങ്കര വലിയ ഡിസ്റ്റർബ്, കാരണം അവരുടെ കാലിന് അത്രയും സെൻസിറ്റീവ് കാലുകളാണ് അവർക്കുള്ളത്, കാൽപാദമാണ് അവർക്കുള്ളത്. അതിലുള്ള ചില പ്രത്യേക സ്ട്രക്ചേഴ്സ് കാരണമാണ് അവർക്കുള്ള ആ ഒരു സെൻസിറ്റിവിറ്റി അത്രയും കൂടുന്നത്.
ഇനി മസ്ത് പീരീഡ്, ഈ ഫോട്ടോയിൽ കാണുന്നത് പടയപ്പ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആനയാണ്. മസ്തിൽ ഇരിക്കുന്ന ഫോട്ടോ ആണ്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ മസ്ത് എന്ന് പറഞ്ഞാല് മത ഇളകിയിരിക്കുന്ന മതപ്പാടിലുള്ള സമയം, അതിനാണ് മസ്ത് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. അത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് മെയിലില് കൂടുന്ന സമയത്ത് വരുന്നതാണ് ഈ മതപ്പാട്. ചിലര് അതിന് ഭ്രാന്താണ്, ഭ്രാന്തല്ല, അത് ആക്ച്വലി ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കൂടുമ്പോൾ സമയത്ത്. അപ്പൊ അവര് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ഫീമെയിലിനെ കൊണ്ട് മെയ്റ്റ് ചെയ്യണ ആ ഒരു ഇതില് ഭയങ്കര ഹൈ ആയിട്ടിരിക്കും. ആ സമയത്ത് ഈ കണ്ണിനും ചെവിക്കും നടുക്ക് ഉള്ള ഒരു ലോബ് ഉണ്ട്. അവിടെ നിന്ന് ഈ ടെമ്പോറിൻ എന്ന് പറയുന്ന ഒരു ഓയിലി സെക്രീഷൻ വരും. ഈ ഫോട്ടോയിൽ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ സെക്രീഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണ്. അത് മതപ്പാടിലാണ് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് അത്. ഇനി അതുപോലെ തന്നെ അത് ആ സമയത്ത് മൂത്രമൊഴിക്കും. ലൈക്ക് ഇങ്ങനെ ഭയങ്കര മതപ്പാടിലിരിക്കുന്ന സമയത്ത് മൂത്രമൊഴിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള എലിഫന്റിന്റെ അടുത്തേക്ക് പോവാന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ളതാണ്. ചെറിയ ഡിസ്റ്റർബൻസ് പോലും അവരത് വളരെ വലുതാക്കി എടുക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ മതപ്പാടിലിരിക്കുന്ന ആനകൾക്ക്. ഇനി ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ പുല്ലും ഇലയും റൂട്ടും ബാർക്കും ഫ്രൂട്ട്സ് ഒക്കെ തന്നെയാണ് കഴിക്കുന്നത്. ദിവസം ഒരു 150 kg ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഇത് കഴിക്കുന്നുണ്ട്. 14 മണിക്കൂർ തൊട്ട് 18 മണിക്കൂർ വരെയാണ് മൊത്തം ഒരു ദിവസം അവര് കഴിക്കാൻ വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 100 തൊട്ട് 200 ലിറ്റർ വെള്ളം അവര് ഡെയിലി കുടിക്കും. അത് ഈ തുമ്പിക്കൈ വെച്ചെടുത്ത് ഇങ്ങനെ വായിലേക്ക് ഒഴിച്ച് കുടിക്കും. അതുപോലെ തന്നെ മേലേക്ക് ഇട്ടിട്ട് ബോഡി തണുപ്പിക്കുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്. ഡെയിലി അവർക്ക് വാട്ടർ സോഴ്സിൽ പോയിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂൾ ചെയ്യാൻ മാത്രമല്ല, ദാഹം ശമിപ്പിക്കാൻ കൂടി. ഇനി മഡ് ബാത്ത് എന്ന് പറയുന്നത് കൂൾ ചെയ്യാനുള്ള വേറെ സിസ്റ്റമാണ്. അതായത് മണ്ണ് വാരി എറിഞ്ഞ് മേലേക്ക് ഇടുക. അത് കൂടുതലും ഡ്രൈ സീസണിലാണ് ചെയ്യുന്നത്. കാരണം ഈ മണ്ണ് അവരെ സംബന്ധിച്ചിടത്തോളം കൂളിംഗ് മാത്രമല്ല കൊടുക്കുന്നത്, പുറത്ത് എന്തെങ്കിലും പാരസൈറ്റ്സോ ഇൻസെക്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കളയാനും ഒന്ന് ചെറിയൊരു രീതിയിൽ ഒന്ന് സ്ക്രബിങ് എഫക്ട് കൊടുക്കും. അത് മാത്രമല്ല സൺസ്ക്രീൻ എഫക്റ്റും കൊടുക്കും. അതായത് സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് രശ്മികൾ ഇതിലെ മേലെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൺസ്ക്രീൻ എഫക്ട് കൂടെ ഈ മണൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇനി ഈ മണല് വാരി എറിയുന്നത് ജനറലി കുളിച്ചിട്ട് വന്നിട്ടായിരിക്കും. കാരണം കുളിച്ചിട്ട് വന്ന് മണ്ണ് എറിയണ സമയത്ത് ആ മണ്ണിന് ആ മേലെയുള്ള ഒരു മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ മഡ് ബാത്ത്, അതിനെയാണ് മഡ് ബാത്ത് എന്ന് പറയാം. ഇനി നമ്മൾക്ക് കേരളത്തിലെ ആനകൾ അതിന്റെ കൾച്ചർ എന്നുള്ള ടോപ്പിക്കിലേക്ക് വരാം. കൾച്ചറലി വളരെ ലിങ്ക്ഡ് ആണ്. നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റ് അനിമൽ ആണ് എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മളുടെ സോഷ്യൽ പരമായിട്ടും റിലീജിയസ് ആയിട്ടും ഇക്കണോമിക്സ് ആയിട്ടും ഒക്കെ ആനയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആണുള്ളത്. അതിൽ നമുക്ക് കേരള എലിഫന്റ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ ഇങ്ങനെയാ വരുന്നത്. കാരണം നമുക്ക് പൂരത്തിനും എല്ലാത്തിനും ആനകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പൂരത്തിന് ഒരു വർഷം മുമ്പേ തൊട്ട് അതിലെ ആർട്ടിസൻസ് മുഴുവനും ഇതിൽ ഓരോ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അതെല്ലാം അവരുടെ ഇക്കണോമിനെയും വളരെയധികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ഈ കാരണങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ പിന്നെ പഴയ ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആന കാണാം. അതുപോലെ അമ്പലത്തിലെ കൊത്തുപണികൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും ആനയുണ്ട്. സോ നമ്മുടെ ഒരു സിസ്റ്റം, നമ്മുടെ ഒരു കേരള എന്ന് പറയുന്നത് ആനയായിട്ട് കൾച്ചറലി വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഇനി അമ്പലത്തിലെ ആനകൾ കൂടുതലും കൊമ്പനാനകളാണ് ഉണ്ടാവുക. റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഇവന്റ്സിൽ എടുക്കും. ഈ വിഗ്രഹങ്ങളൊക്കെ ഒരു പ്രൗഢിയോടെ ഒരു പെരുമയോടെ ആനയുടെ പുറത്തിരുത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് നടന്നിട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും എത്രയും ഒരു പ്രൗഢിയുള്ള ഒരു കാര്യമായിട്ടാണ്. അപ്പോ അങ്ങനെ അതിനു വേണ്ടി ഉത്സവങ്ങൾക്ക് ആനനെ എഴുന്നള്ളിക്കും. ഇനി ചില വീടുകളിൽ എടുത്ത ഒരു സ്റ്റാറ്റസിന്റെ സിമ്പിളാ എന്റെ വീട്ടില് ഒരു ആന ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഭയങ്കര ഒരു സ്റ്റാറ്റസ് ഒരു സിമ്പിൾ ആണ് സംഭവം. കാരണം അത് നമ്മളുടെ വീട്ടിലെ സാമ്പത്തിക അവസ്ഥേനെയും കൂടെ കാണിക്കുന്നതാണ്. അതായത് നമുക്ക് ഈ ആനേനെ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫുഡ് കൊടുക്കണം, അതിന് ഒരുപാട് വെള്ളം കൊടുക്കണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പാപ്പാനെ വെക്കണം, പിന്നെ അതിനെ ഇങ്ങനെ നടത്താൻ കൊണ്ടുപോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ലോണം ഇരിക്കാത്തൊരു ഫാമിലിക്ക് ആനേനെ നോക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കൂടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ്. പിന്നെ ഗണപതി ഭഗവാന്റെ ഒരു സിമ്പിൾ കൂടിയാണല്ലോ എലിഫന്റ്. അപ്പൊ ആ രീതിയിലും ഒരു ഡിവൈൻ പ്രസൻസ് ആയിട്ടാണ് കാണുക. അതിങ്ങനെ ഈ തമിഴ്നാട്ടിലൊക്കെ ചില അമ്പലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ തുമ്പിക്കൈ വെച്ചിട്ട് ഇങ്ങനെ അനുഗ്രഹം വാങ്ങിക്കുന്നത്. ആ വളരെ വലിയ ഡിവൈൻ പ്രസൻസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അമ്പലങ്ങളിലെ ആനകൾക്ക് മതപ്പാട് ഇളകുന്ന സമയത്ത് ആനയ്ക്കും ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്താ പറയുക അതിന്റെ വെൽഫെയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി ക്യാപ്റ്റിവിറ്റിയിൽ ഇരിക്കുന്ന ആനകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
അത് നമ്മൾ ഈ പൂരത്തിന്റെയും അതിന്റെയൊക്കെ ആ വർണ്ണ ശോഭയിൽ നമ്മൾ പലപ്പോഴും കാണാതെ വിട്ടുപോകുന്ന കുറെ കാര്യങ്ങളിൽ ഒന്നാണിത്. അതായത് ഇപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളെ ഒരു വീട്ടില് ഒരു മുറിയിൽ അടച്ചിട്ടേക്കുവാണ്. അടച്ചിട്ട് വർഷത്തിൽ 2-3 തവണ പുറത്തേക്ക് ഇറക്കും. നമ്മളെ ആഭരണങ്ങളൊക്കെ അണിയിച്ച് നമ്മളെ പുറത്തേക്ക് ഇറക്കി വെയിലത്ത് കൊണ്ടങ്ങ് നിർത്തി, അത് ഒരു ദിവസം ഫുൾ അവിടെ നിർത്തി തിരിച്ചു വന്ന് റൂമിൽ കൊണ്ട് ഇടുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ കാണാൻ പറ്റുന്നില്ല, ഫാമിലിനോട് സംസാരിക്കാൻ പറ്റില്ല, ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സിന്റെ കോണ്ടാക്ട് ഇല്ല, ഒന്നുമില്ല. നമുക്ക് ശരിയായിട്ടുള്ള ഭക്ഷണം നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടുന്നില്ല, അവർ തരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കുറെ റെസ്ട്രിക്ഷൻസ് വരാം. ഇതിലും മോശമാണ് ആനകളുടെ കാര്യം. ആനേനെ ചങ്ങലയിലിട്ട് പൂട്ടുമ്പോ ആ മുറിവുകൾ, അതായത് ചങ്ങല ഇങ്ങനെ അറിഞ്ഞ് മുറിവുകൾ ഉണ്ടാവും. എന്നിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞു കൂളിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാണ് ഈ ക്യാപ്റ്റിവിറ്റിയിൽ എലിഫന്റ്സിനെ വെക്കുമ്പോൾ. എല്ലാ കാര്യത്തിലല്ല, ബട്ട് ഞാൻ പറയുന്നത് ഒരു മെജോറിറ്റി കേസുകളിലും എലിഫന്റ്സ് ക്യാപ്റ്റിവിറ്റിയിലായിരിക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഫ്രീഡം നഷ്ടപ്പെടുകയാണ്, നടക്കാൻ പറ്റുന്നില്ല. ഇത്രയും കിലോമീറ്ററുകൾ ഡെയിലി അവരുടെ ബൈ നേച്ചർ ട്രാവൽ ചെയ്യേണ്ട ഒരു മൃഗത്തിനെയാണ് നമ്മളിങ്ങനെ പൂട്ടിക്കെട്ടിയിടുന്നത്. അതുപോലെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, പലവർക്കും ന്യൂട്രീഷൻ കിട്ടുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ കിട്ടുന്നില്ല. മനുഷ്യന് മാത്രമല്ല സ്ട്രെസ്, മൃഗങ്ങൾക്കും സ്ട്രെസ്സും ഉണ്ടാവും, സൈക്കോളജിക്കൽ സ്ട്രെസ്, ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു. അതുപോലെ തന്നെ ഇതിനെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അടിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ അബ്യൂസും ഇഞ്ചുറീസും ഈ എലിഫന്റ്സിന് ഉണ്ടാവുന്നുണ്ട്. ഇനി ഈ ഒരു ചിത്രം ഒരു സമയത്ത് ഇന്റർനെറ്റിനെ വളരെയധികമായിട്ട് കുലുക്കിയിരുന്ന ഒരു ചിത്രമായിട്ട് വേണമെങ്കിൽ പറയാം. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഫസ്റ്റ് ആഫ്രിക്കൻ എലിഫന്റിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ എലിഫന്റും, രണ്ടിനും വ്യത്യാസമൊന്നുമില്ല ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ. സോ ഒരു കുഞ്ഞാന ആ മെയിൽ ആയിട്ടുള്ള എലിഫന്റിന്റെ വാലില് അതിന്റെ തുമ്പിക്കൈ വെച്ചിട്ട് പിടിക്കുന്നത്, നമ്മള് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൈ പിടിച്ചു പോകുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പിക്ചറാണ് ആ കാണുന്നത്. ഇങ്ങനത്തെ ഒരു ആനേനെ, ഇന്ത്യൻ എലിഫന്റിനെ കാട്ടിൽ നിന്ന് ക്യാപ്റ്റിവിറ്റിയിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ അതിന് പിടിക്കാൻ കൈകളില്ല. ആലോചിച്ച് നോക്കും, ആരുടെ കയ്യിലത് പിടിക്കും? അപ്പൊ അതെന്ത് ചെയ്തു, അതിന്റെ തുമ്പിക്കൈ വെച്ചിട്ട് സ്വന്തം വാലുമ പിടിച്ച് നടക്കുകയാണ്. അത് നമുക്ക് എന്താ പറയാ, ഒരു അനാഥരായി പോകുന്നതിന്റെ ഒരു വേദനയാണ് ആ ഒരു പിക്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ആൽബർട്ട് ക്യാമസ് എന്ന് പറയുന്ന ഒരാള് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വിക്ടിംസ് ഓഫ് വയലൻസ് ആർ റെയർലി വയലന്റ്. അതായത് വയലൻസിന് ഇരയായിട്ടുള്ള ആൾക്കാര് വയലന്റ് ആവുന്നത് വളരെ ചുരുക്കമാണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ അടുത്ത് സ്ത്രീധനത്തിന്റെ പേരില് സൂയിസൈഡ് ചെയ്ത സ്ത്രീകളുടെ ഒക്കെ കഥകളും കാര്യങ്ങളൊക്കെ റീസെന്റ് ആയിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്, അവരുടെ ഭർത്താവ് അവരെ വളരെ മോശമായിട്ട് വയലന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് തിരിച്ച് വയലന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, പകരം സബ്മിസീവ് ആവുകയാണ് ചെയ്യുന്നത്, അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ ഈ നമ്മള് ഡേഞ്ചറസ് ആയിട്ട് വരുന്ന ഔട്ട്കം മാത്രമേ നമ്മൾ, അങ്ങനത്തെ എലിഫന്റിന്റെ ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ ശരിക്കുമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരുപാട് എലിഫന്റ്സ് അതില് വളരെയധികമായി സബ്മിസീവ് ആയി പോവാണ്. അവര് ഇടിക്കുകയും കുത്തുകയും എന്താന്ന് വെച്ചാൽ ചെയ്ത് കഴിയുമ്പോൾ അവര് കുറച്ചും കൂടിയും അവരുടെ എന്താ പറയാ ശേഷി ഇങ്ങോട്ട് ഇല്ലാതാവുകയാണ്. അവരതിനോട് ഓക്കെ എന്റെ ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ആണ് അവര് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് കേരളത്തിൽ വെച്ചിട്ട് എടുത്തൊരു പടമാണ്. ഇതൊരു കുന്തം പോലത്തെ ഒരു കോലാണ് ബേസിക്കലി. സോ നമ്മൾ ചില ആനകളെ നോക്കുമ്പോൾ അതിന്റെ ഈ വയറ്റിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ഓട്ട കാണാം. അത് ഈ കുത്തി 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 വരുന്ന ഓട്ടയാണ്. അത് ഇങ്ങനെ മെരുക്കിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ബേസിക്കലി. ഒബീഡിയൻസ് ഇല്ലാതെ വരുമ്പോൾ അതിനെ മെരുക്കിയെടുക്കാൻ ചെയ്യുന്നത്. ഇനി ലിസ് ജോൺസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു ഫോറിനർ ലേഡി വന്നിട്ട് ഗുരുവായൂരിലെ, ഞാൻ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഇത് പറയാനുള്ള കാരണം നമ്മൾ കേരളത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. പുറത്തുള്ള വേറെ സ്റ്റേറ്റുകളിൽ ഇതിലും മോശമായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. നമ്മൾ വീഡിയോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാണാം. സോ ഇവര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോ കണ്ടൊരു കാഴ്ചയാണ്, അവരെ വളരെയധികമായിട്ട് മൂവ് ചെയ്തൊരു കാഴ്ചയാണ്. അതിന്റെ ഈ ആന, നന്ദൻ എന്നാണ് ആനയുടെ പേര്, 43 വയസ്സുള്ള ആനയാണ്. ഇതിന്റെ മുന്നിലത്തെ കാല് ഒരു മരത്തിലേക്ക് ചങ്ങലയായിട്ട് കെട്ടിയേക്കുക, പിന്നിലത്തെ കാല് ഒരു ഒരു സ്റ്റോൺ സാധനത്തുമ്മ കുറ്റിമ കെട്ടി വെച്ചേക്കുക. ഇങ്ങനെ ഒരു ആന എത്ര നേരം ഇങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ, നിൽക്കാൻ പറ്റില്ല, കിടക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു വളരെ കഷ്ടപ്പാടിലൂടെ അത് ജീവിച്ചു പോകുന്ന ഒരു ആനയുടെ ഒരു കാര്യമാണത്. അത് എന്താ പറയാ, മാത്രല്ല അതിന് ചങ്ങലകൾ കൊണ്ട് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അവിടെ മുറിവുകളുമായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് അവരുടെ ആർട്ടിക്കിളിൽ, അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞാൻ ഇതിൽ എടുക്കുന്നത്. അതായത് കാലത്തും വൈകിട്ടും 1 മണിക്കൂറോളം ഈ വടി വെച്ചിട്ട് ആനേനെ അടിച്ചുകൊണ്ടിരിക്കും.
ആലോചിച്ച് നോക്കുക. അതിനെ മെരുക്കിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ആലോചിച്ച് നിങ്ങളെ രാവിലെ തൊട്ട് വൈകുന്നേരം, രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം വേദന ഉണ്ടാവും. അതുപോലത്തെ ഒരു വേദന തന്നെയാണ്, അല്ലെ അതിലും ഭീകരമാണ് ആനയുടെ കാര്യം. അതുപോലെ ആനയുടെ പാദത്തുമ്മേ ആണി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആണി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ വൂണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഹീലാവും. പക്ഷെ ഇവരെന്ത് ചെയ്യുന്ന പറയാം, അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഒരു കുത്തു. ഒരു ബട്ടൺ പോലെയാണ്, കുത്തുമ്പോ എന്ത് പറ്റും, ആന വീണ്ടും അടങ്ങി ഒതുങ്ങി കൂടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇനി ചില സമയത്ത് ആനകളെ മെരുക്കാൻ വേണ്ടിയിട്ട് പാപ്പാന്മാരെ അതിനെ ബ്ലൈൻഡ് ആക്കിയിട്ട് കെട്ടിയിട്ട് ആനേനെ മെരുക്കിയെടുക്കാനൊക്കെ നോക്കും. അതും കഷ്ടമാണ്. ഇനി മസ്തിന്റെ സമയത്ത്, മദം ഇളകുന്ന സമയത്ത് ആക്ച്വലി മെയ്റ്റിന് കൊടുക്കാതെ അതിന് പകരം സപ്രസിംഗ് ആയിട്ടുള്ള ഹോർമോൺസ് കൊടുക്കും. എന്നിട്ട് അത് അതിൽ പലതും ചത്തുപോവുകയും ചെയ്യും. ലൈക്ക് ഇപ്പോ 3 ആനയാണ് ഈ പറയുന്ന വർഷത്തില് ചരിഞ്ഞത് എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇത്രയും ക്രൂരമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ വന്നത് കഴിഞ്ഞ ഈ ഒരു 50 വർഷ കാലയളവിലാണ്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം, മുമ്പത്തെ പാപ്പാന്മാര് വളരെ സ്നേഹത്തോടു കൂടി സമയമെടുത്ത് പതുക്കെ മെരുക്കിയെടുക്കുന്ന ഒരു ജീവിനെ ഇപ്പോ ഉള്ള ഒരുപാട് ഡിമാൻഡ്, കല്യാണത്തിന് ആനേനെ എഴുന്നള്ളിക്കുക, അമ്പലത്തിൽ എഴുന്നള്ളിക്കുക, അങ്ങനെ ഒരുപാട് ഡിമാൻഡ് വന്നു കഴിഞ്ഞപ്പോ ചെറിയ കാലയളവിൽ പെട്ടെന്ന് അതിനെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ക്രൂരതകളും അതിനോട് ചെയ്യുന്നത്. അപ്പോ ഒരു ആനയുടെ ഒരു ആനയുടെ വില ഓൾമോസ്റ്റ് 80,000 യൂറോ, അതായത് ഏകദേശം ഒരു യൂറോ എന്ന് പറഞ്ഞാൽ 100 ഇന്ത്യൻ റുപ്പി, 100 രൂപ പോലെയാണ്. അതായത് ഒരു 80 ലക്ഷം രൂപയോളം വരും ഒരു ആനയ്ക്ക്. ഇനി ഒരു മണിക്കൂറിന് ചാർജ് ചെയ്യുന്നത് 5 ലക്ഷത്തിന് അടുത്താണ്. അതും ഈ ഫെസ്റ്റിവൽസിനും കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ഡിമാൻഡ് ഉണ്ട് ആനകൾക്ക്. അതുപോലെ ചില ആനകളെ 20 വർഷത്തോളം, 30-34 വർഷത്തോളം, ആ ആർട്ടിക്കിൾ ഫുൾ വായിച്ചു കഴിഞ്ഞാൽ കാണും, അതേ ചങ്ങലയിൽ അതേ സ്പോട്ടിൽ അങ്ങനെ നിർത്തിയിടും. അരമണിക്കൂർ പോലും ചിലപ്പോൾ കിട്ടില്ല അവരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടത്താൻ വേണ്ടിയിട്ട്. ഇവരെ സംബന്ധിച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയാൽ പോലും അവർ ഹാപ്പിയാണ്. പക്ഷെ അതുപോലും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ അമ്പലങ്ങളിൽ കിട്ടുന്നില്ല. ഇതൊന്നും അറിയാതെ ഗുരുവായൂർ വരുന്ന ആൾക്കാർ ആനേന്റെ മുമ്പിൽ, ആന വളരെ ഹാപ്പിയാണ് നമ്മൾ നോക്കുമ്പോൾ, അതിന്റെ മുമ്പിൽ ഒന്ന് ഫോട്ടോ എടുത്ത് ഓരോന്നൊക്കെ ഷെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് പോകുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ അനുഭവിക്കുന്ന ആനയുടെ കഷ്ടപ്പാട് ആനയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി ഇത് കർണാടകയിലെ ഒരു കുറച്ച് ഫോട്ടോസ് ആണ്. ബട്ട് ഇതിനോട് സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇന്ത്യയിലും നടക്കാറുണ്ട്, കേരളത്തിലും ചില സമയത്ത് നടക്കാറുണ്ട്. ഇതിൽ രണ്ടാമത്തെ ഇമേജിൽ കാണിക്കുന്ന ആ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട് വെച്ചിട്ടാണ് ചില സമയത്ത് ആനനെ മെരുക്കുക. ആലോചിച്ച് നോക്കി എത്ര വേദന, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഈ കൂട് ബേസിക്കലി ആനനെ ഈ പൂരം പോലുള്ള ഇവിടെ പൂജാ സാധനങ്ങളൊക്കെ വളരെ ഇതാണ്, മൈസൂരൊക്കെ മേ ബി അതിനൊക്കെ ആയിരിക്കാം ഈ ഫോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് നമ്മളുടെ നാട്ടില് ഇങ്ങനത്തെ വളരെ ചെറിയ വലുപ്പമുള്ള, ചെറിയ ഏരിയ ഉള്ള ഒരു കൂട്ടിൽ ആനേനെ ഇടും. അപ്പൊ ഇങ്ങനെ ആനേനെ ഇടുമ്പോ എന്താ പറ്റുക വെച്ചാൽ അതിന് കിടക്കാൻ പറ്റില്ല, നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ 6 മാസത്തോളം ഈ കൂട്ടിനുള്ളിൽ ഇതിനെ നിർത്തും. എന്തിനാ? ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. പൂരത്തിന് കുറച്ചു നേരം കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഞാൻ പൂരം ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. സോ അങ്ങനെ ഉള്ള ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത് ഇത്രയും നാള് 6 മാസം നിൽക്കുക, കിടക്കാതെ ചുമ്മാ നിൽക്കുക. അത് പോരാതെ ഇതിന്റെ ഇടയിൽ ലാസ്റ്റ് ഫോട്ടോയില് കുറച്ച് ഇതാക്കിയിട്ടേക്കുവാണ്, ബ്ലേഡ് ആയിട്ട് ഇട്ടേക്കുവാണ്. അതിൽ കുട്ടികൾ വന്നിട്ട് അതിനെ കല്ലെറിയും, കുത്തലും ബഹളവും വേറെ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഓൾറെഡി കൂട്ടിലാണ്. വേറെ ഇമേജ് കാണുന്നത് ബ്ലൈൻഡഡ് ആയിട്ടുള്ള ഒരു ആനയുടെ കണ്ണിന് വരുന്ന കണ്ണീര്, അതിനെയും ടോർച്ചർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഗോഡ്സ് ഇൻ ഷാക്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി ഉണ്ട്. അതായത് ചങ്ങലയിൽ ഇട്ട ദൈവങ്ങൾ, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ. ഇവര് ഒരു മലയാളി സ്ത്രീയാണ്, സംഗീത അയ്യർ. ഇപ്പൊ കാലിഫോർണിയയിൽ സെറ്റിൽഡ് ആണ്. ഒരു ആനകൾക്ക് വേണ്ടിയിട്ട് ഒരു NGO ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ അവര് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ കണ്ട വളരെ ഭീകരമായിട്ടുള്ള കാഴ്ചയിലാണ് അവർക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കണം എന്ന് തോന്നിയത്. അപ്പം ഇവര് കാണുന്ന കുറെ ആനിമൽസിനെ നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് കെട്ടി ബ്ലൈൻഡ് ആക്കി വെച്ചിരിക്കുന്നു. അതുപോലെ ഈ മാംസത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈ ചങ്ങലകൾ അതിങ്ങനെ ഉരയുന്നതിന്റെ സീനും, അതുപോലെ ഹിപ്പിൽ ട്യൂമർ വന്നേക്കുന്ന ആനകൾ, ഇങ്ങനത്തെയുള്ള വയ്യാത്ത ആനകളെ ഒക്കെ പിടിച്ചിട്ട് നല്ല ചുട്ടു പഴുക്കണ വെയിലത്ത് കൊണ്ട് നിർത്തുക. അതുപോലെ തന്നെ മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കാതിരിക്കുക, അതിന് പ്രോപ്പറായിട്ട് ഷെൽട്ടർ കൊടുക്കാതിരിക്കുക, പ്രോപ്പറായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുക. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇവര് ഈ ഒരു ഡോക്യുമെന്ററി എടുത്തത്. ഇനി നമുക്ക് എന്തിനാണ് നമ്മളിങ്ങനെ ക്യാപ്റ്റിവിറ്റിയിൽ വെക്കുന്നത്? സാധാരണ വൈൽഡില് എന്തെങ്കിലും ഇഞ്ചുറിയോ കാര്യങ്ങളോ വരുന്നത് കൊണ്ടോ ഒക്കെയാണ് നമ്മൾ ആദ്യം ഈ ഒരു ക്യാപ്റ്റിവിറ്റി സാധനം തുടങ്ങിയത്. പക്ഷെ പലയിടത്തും പ്രോട്ടോകോൾസും മര്യാദയ്ക്കായിട്ട് പാലിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ആയത്. ഇപ്പൊ കുറെ അടുത്ത് സ്ഥലങ്ങൾ കുറച്ചും കൂടി ഭേദമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോ ഈ പ്രോട്ടോകോളിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ കാടിനോട് സിമിലർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആനകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്.
ലാർജ് എൻറിച്ച്ഡ് ആയിട്ടുള്ള എൻക്ലോഷേഴ്സ് കൊടുക്കുക, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള വെറ്റിനറി ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഡയറ്റ് കറക്റ്റ് ആക്കി കൊടുക്കുക, അതുപോലെ ആനിമലിന്റെ റൂൾസ് വെൽഫെയർ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്യാപ്റ്റിവിറ്റി എലിഫൻസിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് പൊക്കോളും. കുറച്ച് ജനറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പിൾ എലിഫന്റും വൈൽഡ് എലിഫന്റും. ഒന്ന് ക്യാപ്റ്റീവിലാണ്, അതായത് ഒരു അമ്പലമോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളോ ആയിരിക്കും ആനയുടെ ഉടമയായിട്ട് വരിക. വൈൽഡ് എലിഫന്റ് അങ്ങനെ ഒരു ഉടമസ്ഥൻ എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. പിന്നെ ഇവിടെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ മഹോത്ത് എന്ന് പറഞ്ഞാൽ പാപ്പാനാണ്. ഇപ്പുറത്ത് വീണ്ടും അഗെയിൻ കൺട്രോൾ ചെയ്യില്ല, ഇഷ്ടമുള്ള പോലെ നടക്കാം. കേരള ക്യാപ്റ്റീവ് എലിഫൻസ് റൂൾസ് 2012 ആണ് ഇവരുടെ നിയമ സംരക്ഷണ വകുപ്പിൽ വരുന്നത്. മറ്റൊരിടത്ത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് വരുന്നത്. ഇവിടെ മനുഷ്യൻ കൊടുക്കുന്ന ഡയറ്റ് കഴിക്കുക, എന്ത് ഫുഡ് കൊടുക്കുന്നു അത് കഴിക്കുക. ഇവിടെ അങ്ങനെയല്ല, ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. ഏകദേശം 200 വെറൈറ്റിയോളം എന്താ പറയാ സസ്യങ്ങൾ ഇവർക്ക് കഴിക്കാൻ പറ്റുന്നുള്ള പറയണത്. അതിൽ നിന്ന് 2-3 തരത്തില് പനയോലയോ പട്ടയോ അങ്ങനെ 1-2 സാധനങ്ങൾ മാത്രമാണ് ഇവർക്ക് ടെമ്പിൾ എലിഫൻസിന് ഡയറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിലുള്ള വ്യത്യാസം ചെറുതല്ല. ഇനി നമുക്ക് വൈൽഡ് അല്ലെങ്കിൽ കാട്ടാനകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ കാട്ടാനകള് ഇന്ത്യയിലുള്ള മൊത്തം കാട്ടാനകളിൽ 20% നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടെന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് 58% ആനകളുടെ നമ്പർ കുറഞ്ഞു. അതായത് 2017-2023 ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു 58% കുറഞ്ഞു എന്ന് പറയുന്നത്. അത് പല കർഷകർക്കും അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഇവൻ എന്റെ അപ്പനോട് ഞാൻ ഒരു തവണ ചോദിച്ചു, ലൈക്ക് അപ്പൊ അപ്പനെന്താ തോന്നുന്നത്, ആനകൾ കൂടിയെന്നാണോ കുറഞ്ഞു എന്നാണോ? അതുപോലെയാണ്. ഡെഫിനറ്റ്ലി കൂടി. കാരണം കൂടിയെന്ന് പറയാൻ അത് നമുക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ ഒരുപാട് ആനകളെ കാണുന്നു, ആനകൾ കാരണം ഒരുപാട് പ്രശ്നങ്ങള്. അത് ആക്ച്വലി കാടില്ലാതെ ആയതുകൊണ്ട് ആന പുറത്തേക്ക് വരുന്നതാണ്. അത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. സോ ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ആനകളുടെ നമ്പർ കൂടുകയല്ല ചെയ്യുന്നത്, കുറവാണ് ചെയ്യുന്നത്. അത് ആക്യുറേറ്റ് ആണ്. കാരണം ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി മോഡേൺ ഡിവൈസും ടെക്നീക്സും ഒക്കെ ഉണ്ട് ഇതിന്റെ നമ്പർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്. മുമ്പെന്ന് പറഞ്ഞാൽ ആൾക്കാർ നടന്നു പോയി തന്നെ വേണം ചെയ്യാനായിട്ട്. ഇപ്പൊ ഡ്രോണുകൾ ഉണ്ട്, അങ്ങനെ പല ടെക്നോളജീസ് ഉണ്ട് ആനയുടെ നമ്പർ അറിയാനായിട്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനയും മനുഷ്യനും തമ്മിലുള്ള ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ 2 പേർക്കോ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് കോൺഫ്ലിക്ട് അല്ലെങ്കിൽ മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷാവസ്ഥ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമ്മള് പണ്ട് വളരെ കൗതുകത്തോടു കൂടി നല്ല കാലത്തുമാണ് കാട്ടാനേനെയൊക്കെ അങ്ങനെ കാണുന്നത്. വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കാണും. അത് കാട്ടിനുള്ളിൽ പുറത്തേക്ക് ഇങ്ങനെ വന്ന് ജസ്റ്റ് അങ്ങനെ ഉള്ളിൽ കയറിപ്പോവും. മനുഷ്യനെ കാണുമ്പോഴേക്കും ഉള്ളിൽ കയറിപ്പോവും. അതിൽ നിന്ന് കേരളത്തിൽ എസ്പെഷ്യലി ഒരു പേടിപ്പിക്കുന്ന ഒരു ഭീകര സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ് ആന. ആനനെ കാണുമ്പോഴേക്കും ആൾക്കാർ പേടി. ഇവിടെ ഞാൻ തന്നെ ഇപ്പം എന്റെ വീട്ടില് അമ്മ പറയും, നേരത്തിൽ 6 മണിക്ക് മുമ്പ് നീ വീട്ടിലേക്ക് തിരിച്ചു വരണം. കാരണം ഇവിടെ ആനയുള്ള ഏരിയ ആണ്. ഞാൻ താമസിക്കുന്നത് ആനക്കട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒത്തിരി ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. സാർ ആൾക്കാർക്ക് പേടിയായി തുടങ്ങി. ആന കാരണം മറ്റേതുപോലെ കാട്ടിലേക്ക് തിരിച്ചു പോകണില്ലേ, ഇവിടെ വന്നിട്ട് ഫുൾ മേഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോ ആ ഒരു ഭയം എല്ലാവർക്കും വന്നു തുടങ്ങി. ഇതിന്റെ മെയിൻ കാരണം ഒരു കോമ്പറ്റീഷനാണ്. മനുഷ്യനും വേണം ഫുഡ്, മനുഷ്യനും സ്ഥലം വേണം, ഫുഡും വേണം. ആനയ്ക്ക് സ്ഥലം വേണം, ഫുഡ് വേണം. അപ്പോ എന്താ പറയാ, അവിടെ ഒരു കോമ്പറ്റീഷൻ വരികയാണ്, ആര് ജയിക്കും എന്നുള്ള രീതിയിൽ. അത് നമ്മളുടെ കാട് കുറഞ്ഞു പോയി എന്ന് പറയണമെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളുടെ മുമ്പത്തെ ഈ GIS മാപ്പിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കാടുകളുടെ എത്ര ശതമാനം കാട് കുറഞ്ഞു എന്നുള്ളത്. അത് മര്യാദയ്ക്കുള്ള ടൂൾ അല്ല നോക്കണമെന്നുണ്ടെങ്കിൽ തെങ്ങിനെ പോലും കാടായിട്ട് GIS മാപ്പ് ചെയ്യുന്ന സമയത്ത്, റിമോട്ട് സെൻസിങ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും. സോ ആക്ച്വൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഇതിന്റെ കാടിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത്രയും പെർസെന്റേജ് കാട് കുറഞ്ഞു പോയി എന്നുള്ളത്. അതും ഇപ്പോ കൃഷി ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കാടിന് തൊട്ട് ചേർത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ കൃഷി സ്ഥലങ്ങളിൽ വരുന്ന കോൺഫ്ലിക്റ്റിന്റെ മെയിൻ കാരണം ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ ക്രോപ്പിംഗ് പാറ്റേൺ തന്നെ മാറി. മറ്റേത് ഗോതമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പൊ ചോളമായി, ഷുഗർ കെയിനായി, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് സംഘർഷാവസ്ഥകളാണ് ജനറലി ആന കാരണം ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ക്രോപ്പ് ഡാമേജ്. പിന്നെ ഉള്ളതാണ് പ്രോപ്പർട്ടി ഡാമേജ്. പ്രോപ്പർട്ടി ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്ത് വസ്തു വേണമെങ്കിലും ആകാം, വണ്ടിയാകാം, വീടാകാം, കടയാകാം, എന്ത് വേണമെങ്കിലും ആകാം. സോ ഇതെല്ലാം ആനകൾ കാരണം ഉണ്ടാവുന്ന, മനുഷ്യരുണ്ടാവുന്ന ഒരു 2 പ്രശ്നങ്ങൾ. പിന്നെ ഒന്ന് ഇഞ്ചുറി ഡെത്ത്. ആന ചവിട്ടിക്കൊന്നും തൂക്കി എറിഞ്ഞു കൊന്നും അങ്ങനെ മരിച്ചു പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആന ഇടയണ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആൾക്കൂട്ടത്തിൽപ്പെട്ട് ഇൻഡയറക്റ്റ് ആണെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അതും ഒരു ഇഞ്ചുറി എലിഫന്റ് കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടായതാണ് നമുക്ക് പറയാം. ഇനി മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും ഇത് കാരണം പ്രശ്നമുണ്ട്. റെയിൽവേ ട്രാക്കിൽ ആന ചെരിയുന്നത് വളരെ കോമൺ ആയിട്ട് ഈ
പാലക്കാട് കോയമ്പത്തൂർ റെയിൽവേ ട്രാക്ക് മധുക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ വളരെ കോമൺ ആയിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ആന ചെരിയുന്നത് കാണാമായിരുന്നു. കാരണം അവിടെ അപ്പുറത്തിപ്പുറത്ത് നല്ല കാടാ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ഇപ്പൊ റെയിൽ വന്നാലും എന്ത് സാധനം വന്നാലും അവരത് അറിയില്ല. അപ്പൊ രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ട്. ഒന്നല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ തിരിച്ചു പോവുക. എങ്ങനെയാണെങ്കിലും റിസ്ക് എടുക്കലാണ് ബേസിക്കലി. സോ അവര് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ വണ്ടി തട്ടി ട്രെയിനിന് കൺട്രോൾ കിട്ടില്ല, അത് ചെരിയും. ഇപ്പോ ആ സംഭവം ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികമായി കുറഞ്ഞു എന്ന് തന്നെ പറയാം. AI ക്യാമറ വെച്ചിട്ടുണ്ട്. AI ക്യാമറ എന്ന് പറഞ്ഞാല് ആനകൾ വരണ സമയത്ത് അലാം ആയിട്ട് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിന്റെ അവിടെ അലാം പോകും. അലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ലോക്കോ പൈലറ്റിനെ വിളിച്ചിട്ട് ട്രെയിൻ സ്ലോ ആക്കി ആനകൾ ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ ആണ് ട്രെയിൻ നീങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത്രയ്ക്കും ഒരു പ്രശ്നം ഈ ഒരു ഭാഗത്തില്ല. നമ്മൾ ഇവിടുത്തെ കാര്യം മാത്രമേ പറഞ്ഞു. ഇനി ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോഴും ഇങ്ങനെ ഈ ആന റെയിൽവേ ട്രാക്കിൽ തട്ടി മരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ ഹൈ പവറിൽ ഇല്ലീഗൽ ആയിട്ട് സോളാർ ഫെൻസ് വെച്ചിട്ട് അതിൽ കുരുങ്ങി മരിക്കുന്ന ആനകള്, അങ്ങനെ സ്റ്റിൽ ഇപ്പോഴും സർവൈവൽ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത്. പിന്നെ നമുക്കറിയുന്ന പോലെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, വയനാട് ആണ് ഏറ്റവും കേന്ദ്രം. ഈ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട് കേരളത്തിൽ ഏറ്റവും അധികം ഉള്ളതാണ്. ആൻഡ് ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് അതിനെ കുറിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ കുറച്ച് 2-3 സ്ക്രീൻഷോട്ട് എടുത്ത് ആഡ് ചെയ്തെന്നുള്ളൂ. സോ ഈ ഏരിയാസ് ആണ് ഏറ്റവും ഇപ്പോ റെഡ് സോൺ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് ഈ കോൺഫ്ലിക്ട് ഉണ്ടാവുന്നത്? കാട് കുറഞ്ഞത് കൊണ്ടും അതൊക്കെയാണെന്ന് നമുക്ക് ജനറലി അറിയാം. ഇപ്പോ ഈ ഒരു കാർട്ടൂണിൽ പറയുന്നത് വളരെ ചെറിയൊരു കോമഡി ആണെങ്കിൽ പോലും ഒരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. അതായത് ഇതിൽ ഒരു ആന പറയുന്നത്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ കൂടെ തന്നെ പോവാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ വയ്ക്കുമ്പോൾ മറ്റേ ആന പറയാണ്, ഞാൻ ഗൂഗിൾ മാപ്പ് കഴിഞ്ഞ ആഴ്ച ഇവിടെ അപ്ഡേറ്റ് ചെയ്തുള്ളൂ, ഇവിടെ ഒരു കാടായിരുന്നു എന്നുള്ളത്. അത് അങ്ങനെയാണ്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ജീവികൾ ചില സമയത്ത് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് ഒരു റോഡ് വന്നു. അപ്പൊ അങ്ങനെ ഡെവലപ്മെന്റ് വരുമ്പോൾ ഇവരും കൺഫ്യൂസ്ഡ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 രീതിയിലാണത് പ്രതികരിക്കുക. ഒന്നില്ലെങ്കിൽ ആ ഒരു റിസ്ക് എടുത്തിട്ട് നേരെ മുന്നോട്ട് പോകും, അപ്പൊ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പം വളഞ്ഞിങ്ങനെ മൂക്ക് പിടിക്കുന്ന പോലെ വേറെ റൂട്ടിൽ കൂടെ പോകും. അപ്പോഴും ചിലപ്പോ റിസ്ക് ഉണ്ടായിട്ട് അതിന്റെ ഇഞ്ചുറി പറ്റാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോഴുള്ള റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറയും. ഈ സ്പീഷീസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് വേറെ വേറെ ജീൻസ് ആയിട്ട് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ജനറ്റിക് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ഒരു കാര്യം തന്നെ എടുക്കാം. നമ്മളുടെ കുടുംബത്തിൽ തന്നെ പെട്ടവരെ നമ്മൾ കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം ഒരിടയ്ക്ക് ഭയങ്കര പ്രോമിനന്റ് ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറഞ്ഞ് അവസാനം ലാസ്റ്റ് പോപ്പുലേഷൻ വരുമ്പോൾ അവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ, കണ്ണിന് പ്രോബ്ലം, കൈക്കൂര് വിരലില്ല, അങ്ങനെ അല്ലെങ്കിൽ ട്വിൻ വിരൽസ് വരുന്നു, അങ്ങനത്തെ ഓരോരോ ജനറ്റിക് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതിന് കാരണം നമ്മൾക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഡൈവേഴ്സിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഏത് തന്നെയാണെങ്കിലും ഒരു റിസ്ക് ആണ് ആനയ്ക്കും. അതുപോലെ തന്നെ മനുഷ്യനും. ആനയ്ക്ക് റിസ്ക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യനും റിസ്ക് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് എപ്പോഴും മൂവ് ചെയ്യുന്ന ആ ഒരു പാതേനെയാണ് നമ്മൾ കോറിഡോർ എന്ന് പറയുന്നത്. അപ്പൊ കോറിഡോറിനെ ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. അതുപോലെ വീഡ്സ്, കളകള് വളരെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സാധനം. നേറ്റീവായിട്ട് അവിടെ ഓൾറെഡി ഉള്ള പുല്ലും മരങ്ങളും ഒക്കെ മാറിയിട്ട് അതിനെ ഓവർകം ചെയ്ത് വളരുന്നതാണ് ഈ വീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ വീട് എന്ന് പറഞ്ഞാൽ ലണ്ടന കമാറ അങ്ങനത്തെ കുറെ സ്പീഷീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡാണ് അവർക്ക് കിട്ടാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് കാട്ടിൽ നിന്ന് അവർ ആക്ച്വലി തള്ളി മാറ്റുന്ന പോലെയാണ് ഈ വീഡ് സ്പീഷീസ് ചെയ്യുന്നത്. കാരണം അവർക്ക് അതിൽ കൂടെ നടക്കാൻ പറ്റില്ല. ആനയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലണ്ടന കമാറയുടെ ഒക്കെ ഉള്ളിക്കൂടെ വഴി വെട്ടിത്തെളിച്ച് പോകാൻ പറ്റില്ല. ഏത് വാക്കത്തിയൊക്കെ വെട്ടുകത്തിയൊക്കെ ഉണ്ടായിട്ട് അത് വെച്ചിട്ട് പോലും വെട്ടിത്തെളിച്ച് പോകാൻ പറ്റാണ്ട് ഉള്ളിക്കൂടെ നിരങ്ങിയിട്ടൊക്കെയാണ് പോവുക. അപ്പൊ ആനകളുടെ കാര്യം ആലോചിച്ച് നോക്കും. അവരും ഒരു എഫേർട്ട് കുറച്ച് ഇടും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അത് ഇട്ടിട്ട് ആ കാട് വിട്ട് ഇങ്ങനെ പോവാണ്. ആനകൾ മാത്രമല്ല, മാനും ബാക്കിയുള്ള ചെറിയ ചെറിയ ജീവികളും ഒക്കെ മര്യാദയ്ക്കുള്ള പച്ചക്കറി കിട്ടാതെ, അല്ലെങ്കിൽ ഇലയും കാര്യങ്ങളും കിട്ടാതെ അവർ പോവാണ്. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ പോണ സമയത്ത് ഇത് ഈ പ്രേ സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈഗർ ഉണ്ട്, ലെപ്പേർഡ് ഉണ്ട്, കാർണിവോർ സ്പീഷീസ് ഉണ്ട്. അപ്പൊ അവരും പതുക്കെ എന്ത് ചെയ്യും, കാടിന് പുറത്തേക്ക് പോകുന്നു. അവർക്ക് പിടിക്കാൻ ഇരയില്ല. ഒരു കാടിന് പുറത്തേക്ക് പോയിട്ട് നമ്മളുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന പോലെ പട്ടീനെ പിടിച്ചിട്ട് പോവാ, പൂച്ചേനെ പിടിച്ചിട്ട് പോവാ എന്നൊക്കെ പറയണ പോലെ, പൂച്ചയില്ല കേട്ടോ, പട്ടീനെ പിടിച്ചിട്ട് പോവാ, അല്ലെങ്കിൽ ആട്, അതുപോലെ പശു, കിടാവ് അതിനൊക്കെ പിടിച്ചിട്ട് പോവാ എന്നുള്ളതൊക്കെ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആണ്. ഇവിടുത്തെ പ്രേ പോപ്പുലേഷൻ കുറയുമ്പോൾ വരുന്ന ഒരേ സാഹചര്യങ്ങളാണ്.
അതുപോലെ നമ്മള് ഭൂമി കയ്യേറുക, കാടിന്റെ ഭൂമി കയ്യേറുക, ക്രോപ്പിംഗ് പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞു, അതിലുള്ള വ്യത്യാസങ്ങൾ. ഇനി നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതില് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ മനുഷ്യ അവരായിട്ട് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മിറ്റിഗേഷൻ മെഷേഴ്സ്, അതിന് ഇതിന് ഈ കോൺഫ്ലിക്റ്റ് മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നീക്സ് ആണ്. ഒന്ന് കോമ്പൻസേഷൻ, അത് വളരെ കോമൺ ആണ്. ഇപ്പൊ ആന കാരണം ഒരാള് മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിക്ക് ഇപ്പൊ തമിഴ്നാടൊക്കെ ആണെങ്കിൽ 4 ലക്ഷം രൂപ അങ്ങനെ കൊടുക്കും. അങ്ങനെ ഓരോ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഡിഫറെന്റ് പൈസയാണ് അങ്ങനെ കൊടുക്കും. അതുപോലെ ഇത്ര ഏരിയ ക്രോപ്പ് ഡാമേജ് ഉണ്ടെങ്കിൽ അതിന് ഒരു പൈസ എന്നുള്ള രീതിയിൽ കോമൺ. പക്ഷെ ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഇന്ത്യൻ ഗവൺമെന്റ് സിസ്റ്റം ഇപ്പോഴും ആ ഒരു പേപ്പർ വർക്കിന്റെ പിന്നിലാണ്. അതായത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ ഒരു പൈസ കിട്ടാൻ തന്നെ. അപ്പൊ അതുകൊണ്ട് പലർക്കും മടുപ്പായിട്ട് അത് ചെയ്യാറില്ല. പകരം അവർ എന്ത് ചെയ്യും, ഈ മറ്റേ പന്നിക്ക് ബോംബ് വെക്കണ സമയത്ത് അത് ആന കഴിച്ചു മരിച്ചു എന്നൊക്കെ പറയണ പോലത്തെ എന്തെങ്കിലും ഒരു ഉടായ്പ ഏർപ്പാട് ഉണ്ടാക്കിയിട്ട് ആനേനെ കൊന്നുകളയാനോ അല്ലെങ്കിൽ അതിനെ തുരത്താനോ എന്തെങ്കിലും പരിപാടികൾ ചെയ്യും. പിന്നെ ഉള്ളതാണ് ഏർലി വാർണിംഗ് സിസ്റ്റം. ഏർലി വാർണിംഗ് സിസ്റ്റം ഇപ്പൊ കുറച്ച് മോഡേൺ, ഇപ്പൊ AI ക്യാമറേന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെയുണ്ട്. അതല്ലെങ്കിൽ ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മൊബൈലിൽ മെസ്സേജ് അലേർട്ട് വരുന്നതാണ്. അതായത് ഇപ്പം ഈ വാൽപ്പാറ ഏരിയയിലൊക്കെ അത് വളരെയധികം കോമൺ ആയിട്ടുള്ളതാണ്. അവിടെയുള്ള ആൾക്കാരുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, ആന ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു റിയൽ ടൈം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. പിന്നെ ഫെൻസിങ്, ഫിസിക്കൽ ഫെൻസിങ് ഉണ്ട്, ബയോ ഫെൻസിങ് ഉണ്ട്. ഫിസിക്കൽ ഫെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങിങ് ഫെൻസ്, സോളാർ ഫെൻസ്, അല്ലെങ്കിൽ സ്പൈക്ക്, ഇങ്ങനെ മുള്ളു പോലെ നിൽക്കുന്ന സ്പൈക്ക് ഫെൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ബയോ ഫെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിനെ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജൻസി യൂസ് ചെയ്തിട്ടോ ഫെൻസിങ് ചെയ്ത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുളക് ഒരു നമുക്കൊരു കൃഷിത്തോട്ടം ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റും മുളക് നടുക. പക്ഷെ അത് അത്ര എഫക്റ്റീവ് അല്ല, ബട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെഷറാണ്. മുളകിന്റെ സ്മെല്ല് ആനയ്ക്ക് പിടിക്കാത്തതുകൊണ്ട് അതങ്ങനെ പോക്കോളും. പിന്നെ എലിഫന്റ് പ്രൂഫ് ട്രെഞ്ച്, EPT എന്ന് പറയും. അതാണ് ആ പിക്ചറിൽ കാണുന്ന കുഴി പോലത്തെ സ്ട്രക്ചർ. അപ്പം അത് ആനയ്ക്ക് കടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആന തിരിച്ചു പോകും. പക്ഷെ ചില ആനകൾ വളരെ ബുദ്ധിപരമായിട്ട് ഡീൽ ചെയ്യും. അത് ആ മണ്ണ് തട്ടി 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 ആ കുഴി ഇങ്ങനെ പൊന്തി വരും. അത്രയും ലെവലിൽ എത്തിയിട്ട് ആ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും. സോ അങ്ങനെ ചെയ്യുന്ന ആനകളും ഉണ്ട്. അപ്പൊ ചിലവര് അതിന്റെ കോമ്പിനേഷൻ EPTയും സോളാർ ഫെൻസും കൂടി മിക്സ് ചെയ്ത് വെച്ച് സക്സസ്ഫുൾ ആവുന്ന കേസുകളുണ്ട്. പിന്നെ ഫിയർ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ ആനകളെ ശബ്ദം വെച്ചിട്ട് പേടിപ്പിക്കുക ബേസിക്കലി. ഇവിടുത്തെ ട്രൈബൽ ആൾക്കാർ ഒരു ടൈപ്പ് ഒരു സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് സൗണ്ട് ഉണ്ടാക്കും. ആ സൗണ്ട് കേൾക്കുമ്പോൾ ആനകൾ പെട്ടെന്ന് അവിടുന്ന് നീങ്ങി ഓടിപ്പോവാൻ നോക്കും. അതുപോലെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, അതായത് ആൾക്കാരിൽ ആനയുടെ അടുത്ത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, കാരണം അവർക്ക് കിട്ടുന്ന നഷ്ടങ്ങൾ അത്രയാ. അപ്പൊ അതിനെ നികത്തുന്ന രീതിയിൽ അവർക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുക, എന്തെങ്കിലും ഒരു ചെറിയ എന്താ പറയാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പോലെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈവൻ ഇക്കോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന കടകളൊക്കെ ഉണ്ടാവില്ലേ ഈ ടൈഗർ റിസർവുകളിലും കാര്യങ്ങളും, അതിലൊക്കെ ജോലി കൊടുക്കുക, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിൽ ആന്റി പോച്ചിങ് വാച്ചർ ആയിട്ടോ അല്ലെങ്കിൽ ഗാർഡായിട്ടോ ഒക്കെ ജോലികൾ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുമ്പം അവരും കാടിനെയും ആനയും സംരക്ഷിക്കാൻ മുന്നോട്ട് വരും. പിന്നെ എല്ലാത്തിനും കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഓപ്ഷൻ പോലെയാണ് ട്രാൻസ്ലൊക്കേഷൻ. നമ്മൾ അരിക്കൊമ്പൻ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി. അതായത് നല്ല കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു അനിമലിനെ കുംകി ആനകൾ ഉപയോഗിച്ചിട്ട് ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വിടുന്നു. അതിലുള്ള റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ് തരിക. കാരണം അവിടെ പുതിയ സ്ഥലത്ത് പോയിട്ട് വീണ്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു ഒരു പോയിന്റ് ഇല്ലല്ലോ, വീണ്ടും അവിടെ എക്സ്പെൻസ് ആയി. അപ്പൊ അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. പിന്നെ ചെയ്യുന്നതാണ് ഹണി ബി ബോക്സ്. അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫ്രീക്വന്റ് അല്ല, ബട്ട് ആഫ്രിക്കൻ എലിഫന്റ് അത് വളരെ സക്സസ്ഫുൾ ആണ്. നമ്മുടെ അടുത്ത് ചില സ്ഥലത്ത് സക്സസ്ഫുൾ ആണ്, ചില സ്ഥലത്തില്ല. ഹണി ബി ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീന്റെ സൗണ്ടും അതുപോലെ അതിന്റെ പ്രസൻസും ആനകൾക്ക് ഇഷ്ടമല്ല. അതായത് അതിന്റെ നെറ്റിയുടെ ഈ ഒരു ഭാഗം വളരെ സെൻസിറ്റീവ് ആണ്. അവിടെ വന്നിട്ട് ഈ ബീ വന്ന് കുത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ തലക്ക് ഇങ്ങനെ ആട്ടി 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 വളരെ വളരെ എന്താ പറയാ അഗ്രസീവ് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് അത് ഓടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഹണി ബോക്സ് ഫെൻസിങ് എന്ന് പറയുന്നത്. ഒരു സ്ട്രിങ്ങില് ഹണി ബോക്സ് തൂക്കിയെടുത്ത് അറിയാണ്ട് ഒന്ന് തട്ടും, അപ്പൊ ഈ കൂട് ഇളകും, ഹണി ബീസ് പുറത്തേക്ക് വരും. പിന്നെ വീട് ഇറാഡിക്കേഷൻ, നേരത്തെ പറഞ്ഞു കളകളെ കളയാം. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പൂവ് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിൽ വളർത്തുന്നുണ്ടാവും. ഇത് ആക്ച്വലി ഒരു കളയാണ്. ഈ പൂവുള്ള സ്ഥലത്ത് വേറെ ചെടികളൊന്നും വളരാൻ അത് സമ്മതിക്കില്ല. ഇത് മാത്രമല്ല, ഇനി വേറെ സ്പീഷീസ് ഉണ്ട്, ചെടികളുണ്ട്. ഇതിന്റെ കളറും ഇതിന്റെ ഭംഗിയും കണ്ടിട്ടാണ് നമ്മൾ വളർത്തുന്നത്. പക്ഷെ അത് നമ്മുടെ നാട്ടില് നേറ്റീവ് ആയിട്ടുള്ള വേറെ നാട്ടിൽ നിന്ന് വന്ന ഒരു സ്പീഷീസ് ആണ്. അതുകൊണ്ട് തന്നെ പല അനിമൽസിന്റെയും ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
താഴെ കാണുന്ന പിക്ചറിൽ ആക്ച്വലി DRT ഹിൽസ്, ഹിൽസിലൊക്കെ ഈ ലണ്ടാന, ഈ പൂവിന്റെ പേരാണ് ലണ്ടാന, ഇതിന്റെ സ്റ്റെം വെച്ചിട്ട് ആനകളെ ഉണ്ടാക്കിയതാണ്. ഒറിജിനൽ ആനകൾ പോലെ തോന്നിക്കുമെങ്കിലും ഇത് ലണ്ടാനയുടെ സ്റ്റെം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ പല ഫോമിലുള്ള ആനകൾ ഇവർ ഉണ്ടാക്കിയിട്ട് ഈവൻ ഇന്റർനാഷണൽ ആയിട്ട് വരെ അവർ സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ലോക്കൽ ആർട്ടിസൻസിനെ വളരെയധികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ ലണ്ടാനയുടെ എന്താ പറയാ ആ ഒരു സ്പ്രെഡ് കുറയ്ക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ചില ഏരിയാസിനെ ഇക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ഹ്യൂമൻ മൂവ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യേണ്ട കുറച്ച് ഏരിയകളുണ്ട്. അതുപോലെ കോറിഡോർസ് ബ്ലോക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നമ്മൾക്ക് നമ്മളുടെ ഇന്ത്യയും വളരണം, ബ്ലോക്കുകൾ കുറയണം, വണ്ടികൾ യൂസേജ് കൂടുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് ട്രാഫിക് ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്ന വെട്ടിത്തളിക്കുന്ന കാടും അതുണ്ടാക്കുന്ന റോഡും കാരണം കോറിഡോർ നഷ്ടപ്പെടുകയാണ്. പക്ഷെ അപ്പൊ നമുക്ക് ഡെവലപ്മെന്റ് വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ 10 മരം നടണം എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കോറിഡോർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് പാസേജ് പാത്വേസ് ഉണ്ടാക്കിയിരുന്നു. അത് ഈ ക്യാമഫ്ലാജ്, അതായത് കുറെ ചെടികളൊക്കെ നട്ട് വളർത്തി ഒരു കാടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് ഓവർ പാസേജോ അണ്ടർ പാസേജോ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ റീസെന്റ് ആയിട്ട് ഈ കഴിഞ്ഞ ഈ 2025 ജൂൺ 5-ന് എടുത്ത ഒരു ഇനീഷ്യേറ്റീവ് ആണ് വിത്തൂട്ട് എന്ന് പറഞ്ഞിട്ട്. വിത്തൂട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സീഡ് ബോൾ ആണ്. അതിന്റെ ഉള്ളില് നമ്മുടെ നാട്ടില് മുമ്പുണ്ടായിരുന്ന കാടുകളിൽ മുമ്പുണ്ടായിരുന്ന നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസിന്റെ വിത്തും, അതായത് ഇപ്പോ അത്തി, അതുപോലെ ജാമുൻ എന്ന് പറഞ്ഞാൽ മറ്റേ എനിക്കത് മലയാളം കിട്ടുന്നില്ല, ഞാവൽപ്പഴം, അതുപോലെ ബാംബു, അതിന്റെയൊക്കെ വിത്തുകൾ ഇട്ടിട്ട് അതിന്റെ കൂടെ ചാണകവും ബാക്കി അതിന്റെ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു ബോൾ ആക്കിയിട്ട് അത് ഡ്രോൺ വഴിയായിട്ടും മറ്റുള്ള ഹെലികോപ്റ്റർ ഒക്കെ വഴിയായിട്ട് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അത് മാത്രമല്ല, ഇപ്പൊ ട്രക്കിങ്ങിന് പോകുന്ന ടൂറിസ്റ്റുകളുടെ കയ്യിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ ഇത് കൊടുക്കും, പോണ വഴി ഒന്ന് ഇട്ടിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ കാട് വളരട്ടെ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കാട് വളർന്നു കഴിഞ്ഞാൽ കോൺഫ്ലിക്ട് ഒരു വിധത്തിൽ കുറയ്ക്കാൻ പറ്റും. കാരണം കാട് തന്നെ നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ, നല്ല അവരുടെ നേറ്റീവ് സ്പീഷീസ് തന്നെ വളർന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആനകൾക്ക് പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ്. അപ്പൊ ഹാബിറ്റാറ്റ് റീസ്റ്റോർ ചെയ്യാന്ന് പറയും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ചില സ്ഥലങ്ങളിൽ വൈകുന്നേരം 6 തൊട്ട് കാലത്ത് 6 വരെയുള്ള സമയത്ത് വാഹനങ്ങളുടെ മൂവ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക, എസ്പെഷ്യലി കോറിഡോറുകളിൽ പണിത റോഡുകളുടെ ആ ഒരു ഏരിയയിലൊക്കെ. ഇനി മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ്, GPS കോളേഴ്സ്, ഇപ്പൊ ആ ഫോട്ടോയിൽ കാണുന്ന ഒരു GPS കോളർ ആണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇത് എതിക്കൂടെ പോകുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ പല സ്റ്റഡീസിനും നമുക്ക് യൂസ് ചെയ്യാം. അത് എവിടേക്കൊക്കെ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് മാപ്പ് ചെയ്ത് ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് നടക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ AI ക്യാമറ ട്രാപ്സ്, അതുപോലെ ഡ്രോൺ വെച്ചിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാം അതിന്റെ പോപ്പുലേഷൻ മോഡൽ. അതുപോലെ ഹണി ബീ സൗണ്ട് സിസ്റ്റം, ഇത് അസ്സാമിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹണിബിയുടെ സൗണ്ടോ ഹണിബിയുടെ പ്രസൻസോ ആനകൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്ത് അതിനെ ആംപ്ലിഫൈ ചെയ്തെടുത്ത്, റെക്കോർഡ് ചെയ്യില്ല മീൻ ഈ സൗണ്ടിന് സിമിലർ ആയിട്ടുള്ള സൗണ്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ആനകൾ വരണ സമയത്ത് അസ്സാമിലെ ആ റെയിൽവേ ട്രാക്ക്, ഇന്ത്യൻ റെയിൽവേ ചെയ്ത ഒരു പണിയാണ്. അസ്സാമിലുള്ള ഇന്ത്യൻ റെയിൽവേസ് ചെയ്ത പണിയാണ്. പ്ലാൻ ബി എന്ന് അതിന് പറയാം. അപ്പൊ അതില് ഈ ആനകൾ വരുമ്പോ നല്ല ലൗഡായിട്ട് ഈ ബീന്റെ സൗണ്ട് ആ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ആനകള് പേടിച്ച് തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹണി ബി സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒരു കുംകിയുടെ ഒരു കുംകി ആനകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു, ഞാൻ ഡൗൺലോഡ് ചെയ്തൊരു ഇമേജ് ആണ്. എന്താ പറയാ, നമ്മൾക്ക് മറ്റുള്ള മൃഗങ്ങളെ വലയിട്ട് പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ കൂട്ടിലാക്കി പിടിക്കുന്ന പോലെ ഒന്നും ഇതിനെ പിടിക്കാൻ പറ്റില്ല ആനനെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിയോഗിക്കുന്നതാണ് കുംകി ആനകൾ. അപ്പൊ കുംകി ആനകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ ഇതിന്റെ തുമ്പിക്കൈ വെച്ചിട്ട് ഇങ്ങനെ അടിക്കും മറ്റേ ആനേനെ, പിടിക്കേണ്ട ആനേനെ അടിച്ചിട്ട് ട്രാൻക്വലൈസ് ചെയ്തിട്ട് മയക്കുവെടി കൊടുത്ത്, പിന്നെ ഒരു കാല് വേറൊരു ആനയില്, മറ്റൊരു കാല് എന്താ പറയാ വേറെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആനയ്ക്കും കണക്ട് ചെയ്തിട്ട് അതിനെ വലിച്ചു കൊണ്ടുപോവുക ചെയ്യുന്നത്. ഇത് സാധാരണ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആനകൾക്കോ കോൺഫ്ലിക്റ്റ് ഉള്ള ആനകളെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ അരിക്കൊമ്പൻ, നമ്മള് ഒരിടയ്ക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പറിലും നിറഞ്ഞു നിന്ന വാർത്തയാണ് അരിക്കൊമ്പന്റെ. ചിന്നക്കനാൽ എന്ന് പറയുന്ന ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിടിച്ചിട്ടുള്ള സ്പീഷീസ് ആണ്. അരിക്കൊമ്പൻ പേര് സൂചിപ്പിക്കുന്ന പോലെ അരി വളരെ താല്പര്യമുള്ള ഒരു കൊമ്പനാനയാണ്. റേഷൻ കടകളിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ഇങ്ങനത്തെ അരി മോഷ്ടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ഇതിനെ പെരിയാർ ടൈഗർ റിസർവിലേക്ക് ഏപ്രിൽ 2023 ട്രാൻസ്പോർട്ട് ചെയ്ത്. ഇപ്പോഴും അതിന് GPS കോളർ, നേരത്തെ ഞാൻ പറഞ്ഞ കോളർ ഇട്ടിട്ടുണ്ട്, ഏതിൽ കൂടെ പോണേന്നൊക്കെ ഇപ്പോഴും അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞ പോലെ ഇതൊരു ലോങ് ടേം സൊല്യൂഷൻ അല്ല, ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ മാത്രമാണ് ഈ പറഞ്ഞ ട്രാൻസ്ലൊക്കേഷൻ. ഇനി
ഇതൊരു വീഡിയോ ഞാൻ എന്റെ ഫീൽഡിൽ ആ രണ്ടാമത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ച ഫോട്ടോയിലുള്ള ആനകളുടെ വീഡിയോ ആണ്. ഇത് മൂവ് ചെയ്യുന്നതാണ്. ഇതിൽ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആ സൗണ്ട് ആക്ച്വലി ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ടാക്കുന്ന സൗണ്ടാണ്. ഗാർഡുകൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. അത് ആനകളെ ആ ഒരു റൂട്ടിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു എന്താ പറയാ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. സോ അതില് നമ്മൾ കാണുന്ന ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇവിടുത്തെ ഈ ഒരു ഫോറസ്റ്റ് ഒഫീഷ്യൽസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആന പോകുന്ന റൂട്ടിന്റെ ചുറ്റിലുമായിട്ട് ഫോറസ്റ്റുകാർ ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഇവരിങ്ങനെ ഒച്ചയുണ്ടാക്കും അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ഏതെങ്കിലും ആന ഈ പോകുന്ന കൂട്ടത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ആ ഇവരുടെ ഗ്രൂപ്പിലേക്ക് തിരിച്ച് ചെല്ലും. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഈ പോകുന്ന ആന നേരെ പോണത് വല്ല ആൾക്കാരുടെ കൃഷിത്തോട്ടത്തിലേക്കായിരിക്കും. പിന്നെ അവിടെ പ്രശ്നമായി. അപ്പൊ ആ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആനയുടെ ഗ്രൂപ്പ് ആലോചിക്കുക. ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന ഗ്രൂപ്പാണിത്. മറ്റേ ബനർഘട്ട നാഷണൽ പാർക്ക് ആ സൈഡിലേക്ക് പോകുന്ന ഗ്രൂപ്പാണിത്. ഇത് എല്ലാ കൊല്ലവും ഇതേ റൂട്ടില് ഇതേ വഴിയിലാണ് പറയുന്നത്. ഞാൻ ആ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കൂടെ ഉണ്ടായ ഫോറസ്റ്റ് ഓഫീസർ തന്നെ പറഞ്ഞു, മാഡം ഈ ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ച് ഇവിടേക്ക് തന്നെ വരും. വേറെയും വഴികളുണ്ട് ആനയ്ക്ക് പോകാൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ ഒരു റൂട്ടിൽ കൂടെ തന്നെ ആനകൾ വന്ന് കൃത്യമായിട്ട് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലിന്റെ ആ ഒരു ഗ്രൂപ്പിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത്രയ്ക്കും അസാധ്യമായിട്ടുള്ള മെമ്മറിയാണ് അവർക്കുള്ളത്. ആൻഡ് അവർക്ക് വാട്ടർ ഡിറ്റക്ഷനുള്ള പ്രത്യേക കഴിവുമുണ്ട്. എവിടെയെങ്കിലും ഇപ്പൊ വറ്റി പോയിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയാ വെള്ളം എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള കഴിവും ഈ ആനകൾക്കുണ്ട്. ഈ ഈ എലിഫന്റിനെ നമ്മൾ എൻകൗണ്ടർ ചെയ്യുവാണെങ്കിൽ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ആനേനെ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ഇന്നലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മനുഷ്യൻ ആനേനെ കണ്ടിട്ട് സെൽഫി എടുക്കാൻ പോയതാ. ആന എന്നിട്ട് അതിനെ അയാളെ തട്ടിയുള്ളൂ. ഭാഗ്യത്തിന് മരിച്ചിട്ടില്ല. ഹീസ് സ്റ്റിൽ അലൈവ്. പക്ഷെ അത് എന്ത് വിഡ്ഢിത്തരാ. നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈക്കിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറെ വിഡ്ഢിത്തരങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാല് ചെറിയ തെറ്റൊന്നല്ല. അതിന് അയാൾക്ക് ഇപ്പം ഫൈൻ കൊടുക്കണം. ഈ വയലേഷൻ ഈ കാട്ടിലേക്ക് കയറിയ റെസ്ട്രിക്റ്റീവ് സോണിലേക്ക് കയറിയതിന് ആളിനിപ്പോ ഫൈനൊക്കെ അടയ്ക്കണം. പക്ഷെ അതല്ല നമ്മളിപ്പം ഈ സിനിമാ താരങ്ങളെയൊക്കെ കണ്ട് ഫോട്ടോ എടുക്കാൻ പോകുന്ന സെൽഫി എടുക്കാൻ പോകുന്ന ലാഘവത്തോടെയാണ് ആനേനെ ലൈക്ക് എങ്ങനെയാ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? അതിന് പോലുള്ള വിവരമില്ല എന്നുള്ളതാണ് ആലോചിക്കുന്നത്. എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് അവർക്കും അവരുടെ ഒരു സ്പേസ് വേണ്ടതാണ്. ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും വെക്കുക. ഒരിക്കലും അടുത്തേക്ക് ഇങ്ങനെ പോവാതിരിക്കാൻ നോക്കുക. അതുപോലെ കാറ്റടിക്കുന്ന ദിശ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ഭാഗത്ത് നിന്ന് ആനയുടെ ഭാഗത്തേക്കാണ് കാറ്റടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ നിൽക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഓടിപ്പോവാൻ നോക്കുക. കാരണം ആനകൾക്ക് കണ്ണ് വളരെ പുവറാണ്. കണ്ണിന്റെ കാഴ്ച വളരെ പുവറാണ്. പക്ഷെ മണം വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ആ മണത്തിൽ നിന്ന് നമ്മൾ എവിടെയുണ്ടെന്നത് മനസ്സിലാക്കും. എത്ര ദൂരത്തിലുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഓടിക്കാൻ നോക്കും. അതുപോലെ തന്നെ ആനകളെ കാണുമ്പോൾ ഹോൺ അടിച്ച് അതിനെ ഭ്രാന്ത് പിടിപ്പിക്കുക. അതുപോലെ ഹെഡ് ലൈറ്റ് ഓൺ ആക്കി ഓഫ് ആക്കി അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആനയെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ ഒരു ആന അവിടെ നിൽക്കുന്നു. നമ്മൾ ഓടിക്കൊന്നുമല്ല. ഒരു ആന അവിടെ നിന്ന് നല്ല ജെന്റിലായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുകയാണെങ്കിൽ പതറാതെ പതുക്കെ തിരിച്ചേക്ക് വരാൻ നോക്കുക. അല്ലാതെ എന്നിട്ട് ഒരു കവർ കണ്ടുപിടിച്ച് അങ്ങനെ നിൽക്കാൻ നോക്കുക. പക്ഷെ അതല്ലാതെ മതമിളകി നിൽക്കുന്ന ആനനെ കണ്ടിട്ട് പതുക്കെ പോകുന്ന കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം തീരും. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ വെറുതെ നിൽക്കുന്ന ഒരു ആനേനെ പോലും നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കാതെ പതുക്കെ തിരിച്ചു വരാൻ നോക്കുക. അതുപോലെ അമ്മയും കുഞ്ഞുള്ള ആനയാണെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോകാതിരിക്കുക. കാരണം ആന വിചാരിക്കുക നിങ്ങൾ കുഞ്ഞിനെ എന്തെങ്കിലും ദ്രോഹിക്കാൻ വരുന്നതാണെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഗൈഡ് ലൈൻസ് സൈൻ ബോർഡ്സ് ഒക്കെ ശ്രദ്ധിക്കുക. സ്ലോ ആയിട്ട് പോകാൻ പറഞ്ഞാൽ സ്ലോ ആയിട്ട് തന്നെ പോവുക. ഫാസ്റ്റ് ആയിട്ട് പോകരുത്. കാരണം പെട്ടെന്ന് ആന വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റില്ല എന്താ ഉണ്ടാവാണ്. ഇനി ഈ ഒരു പടം മൂന്നാറിൽ എടുത്തതാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പൊ ഇത് തേയിലത്തോട്ടമാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളും ആനകളും തൊട്ട് അപ്പുറത്തുണ്ട്. സ്ത്രീകൾ വളരെ ഇവരുടെ മുഖത്ത് നോക്കി തന്നെ അറിയാം ഒരു ടെൻഷനും ഇല്ല. ആനകൾ അവിടെ കൂളായിട്ട് ഇരുന്നിട്ട് ഫുഡും കഴിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തേയിലത്തോട്ടത്തിൽ കഴിക്കുന്ന കാര്യമല്ല ഞാൻ പറയണേ. മനുഷ്യനും മൃഗങ്ങളും ഒന്നിച്ച് സഹവസിക്കുക, കോ എക്സിസ്റ്റൻസ്.
അതാണ് നമ്മളുടെ ഒരു ലോങ് ടേം ഗോൾ. അതായത് ഒരിക്കലും നമുക്ക് കോൺഫ്ലിക്റ്റിന് ഒരു 100% ഒരു സൊല്യൂഷൻ ഇല്ല. അതിനൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. അപ്പൊ അതിന് പകരം നമ്മൾ കാട് വളർത്തിയെടുക്കുക, അതുപോലെ ആനകളെ ഉപദ്രവിക്കാതിരിക്കുക, എന്താ പറയാ, അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, അവരുടെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുക, അങ്ങനത്തെ പ്രോട്ടോകോൾസ് ഒക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ അങ്ങനെ അതുപോലെ അതുവഴിയായിട്ട് ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ആനകളോട് തോന്നുകയും അതിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യും. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആനയെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് കേട്ടിട്ടുണ്ടാവും. ആ അവയർനെസ് വഴി നമ്മൾക്ക് നിങ്ങൾ അത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പേഴ്സണലി അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. അതുപോലെ റിസർച്ചിന് താല്പര്യമുള്ളവരാണെങ്കിൽ അതിൽ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ കളക്റ്റീവ് ലൈഫിന്റെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ആനകളെ കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് അതിന് കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഒരു കാര്യം. അപ്പൊ ഇത് അഗൈൻ മൂന്നാറിലെടുത്തൊരു പടമാണ്. എന്റെ ഒരു ഫ്രണ്ട് എടുത്തൊരു താങ്ക് യു. എന്തെങ്കിലും ബന്ധപ്പെടാവുന്നതാണ്. എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നവരും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്തൊരു വാച്ച് ലിസ്റ്റ് ആണ്. ഇതിൽ ഗോഡ്സ് ഇൻ ഷാക്കിൾസ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡോക്യുമെന്ററി സംഭവം. പിന്നെ അടുത്തത് പറഞ്ഞാൽ റിട്ടേൺ ടു ഫോറസ്റ്റ്. ഈ റിട്ടേൺ ടു ഫോറസ്റ്റ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അത് ചെയ്തത്, ഡോക്യുമെന്റ് ചെയ്തത്. അപ്പോ ആ ഡോക്യുമെന്ററി എടുത്ത ആളാണ് ആക്ച്വലി ഈ വേൾഡ് എലിഫന്റ് ഡേ എന്ന് പറയുന്ന ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത് 2012. സോ അതാണത്. പിന്നെ എലിഫന്റ് വിസ്പേഴ്സ് അറിയാം, ഓസ്കാർ അവാർഡ് കിട്ടിയതാണ്. സോ അതും നല്ലൊരു മനുഷ്യനും ആനയും തമ്മിലുള്ള കോ എക്സിസ്റ്റൻസിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എലിഫന്റ് വിസ്പേഴ്സ്. അതുപോലെ പോച്ചിങ്ങിനെ കുറിച്ച് ഞാൻ അധികം, അതായത് എന്റെ കൊമ്പിന് വേണ്ടിയിട്ട് അതിനെ ഹണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, പോച്ച് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെ കുറിച്ച് ഞാൻ അധികം ഡീറ്റെയിൽ പറഞ്ഞില്ല, കാരണം സമയപരിമിതി ഉള്ളത് കൊണ്ടും പിന്നെ അതൊരു കോൺഫ്ലിക്ട് പാറ്റേൺ അല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ അതിനെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യാതിരുന്നത്. സോ യാ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. എന്റെ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രസന്റേഷൻ. കവേർഡ് എ വൈഡ് റേഞ്ച്. ഞാൻ എന്റെ ചോദ്യം അല്ല, ഇത് എന്റെ ഒരു ഒബ്സർവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ